യെസ് മക്കളെ, ഓർഗാനിക് കെമിസ്ട്രിയുടെ 12ാമത്തെ ക്ലാസ്സിലാണ് നമ്മളുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഐസോമറിസം ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഐസോമറിസത്തിൻ്റെ ബാക്കി ജോമെട്രിക്കൽ ഐസോമറിസമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ജോമെട്രിക്കൽ ഐസോമറിസം എന്ന ഹെഡിങ് എഴുതിയിട്ട് പൊന്നു മക്കൾ കേട്ടോളണേ. ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കാൻ പറ്റുന്ന ആളുകൾ 4 എണ്ണമാണ്. ഒരാളാണ് ആൽക്കീൻ, മറ്റൊരാളാണ് സൈക്ലോ കോമ്പൗണ്ട്, മറ്റൊരാളാണ് അസോ കോമ്പൗണ്ട്, മറ്റൊരാളാണ് ആൽഡോക്സൈൻ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയുടെ ടോട്ടൽ ലെങ്ത്തിൻ്റെ ഒരു 90% ചർച്ചയും ആൽക്കീനുകളെ കുറിച്ചായിരിക്കും. ആൽക്കീൻ എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ടഡ് കാർബൺ എന്നാണല്ലോ അർത്ഥം, ഡബിൾ ബോണ്ടുള്ള കാർബൺ. അതെന്താടാ ഈ 4 ആളുകൾക്കും ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കാൻ പറ്റാനുള്ള കാരണം? ബാക്കി ആളുകൾക്ക് ജോമെട്രിക്കൽ ഐസോമറിസം ഇല്ല, ഇവർക്കാണ് ജോമെട്രിക്കൽ ഐസോമറിസം ഉള്ളത്. ജനറലായി ഈ 4-ൽ എന്തോ ഒന്ന് കോമൺ ആയിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ ഇവർക്ക് 4 പേർക്ക് ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കാൻ പറ്റുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ മനസ്സിലാക്കി വെച്ചോ, റെസ്ട്രിക്റ്റഡ് റൊട്ടേഷൻ ആണ്. എന്താണ് മോനെ? റെസ്ട്രിക്റ്റഡ് റൊട്ടേഷൻ. അപ്പോൾ ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കാനുള്ള മെയിൻ കണ്ടീഷനാണ് റെസ്ട്രിക്റ്റഡ് റൊട്ടേഷൻ. അപ്പോൾ റെസ്ട്രിക്റ്റഡ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ആറ്റത്തിനെ സ്റ്റേബിൾ ആക്കിയിട്ട് മറ്റേ ആറ്റത്തിനെ നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുക എന്നതാണ് റെസ്ട്രിക്റ്റഡ് റൊട്ടേഷൻ എന്നതിനർത്ഥം. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഒരു കാർബണിനും മറ്റൊരു കാർബണിനും ഇടയിൽ സിംഗിൾ ബോണ്ടാണെന്ന് വിചാരിക്കുക. അപ്പോൾ അത് സാധാരണ നിങ്ങൾക്ക് ടീച്ചേഴ്സ് ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടാകും. ഒരു ക്രിക്കറ്റ് ബോൾ, മറ്റൊരു ക്രിക്കറ്റ് ബോൾ. ആ 2 ക്രിക്കറ്റ് ബോളുകൾക്കിടയിൽ ഞാൻ ഒരു വടി വെച്ചിട്ടുണ്ട്, ഒരു കമ്പി വെച്ചിട്ടുണ്ട്, ഒരു ഈർക്കിൽ വെച്ചിട്ടുണ്ട്. 2 ക്രിക്കറ്റ് ബോളോ എന്തെങ്കിലും 2 ബോൾ. ഒരു ബോളിനെ സ്റ്റേബിളാക്കി നിർത്തിയിട്ട് മറ്റേ ബോളിനെ എനിക്ക് എത്ര വേണമെങ്കിലും ഇങ്ങനെ കറക്കാൻ പറ്റും. അപ്പോൾ അതിനെ നമ്മൾ ഫ്രീ റൊട്ടേഷൻ പോസിബിൾ ആണ് എന്നാണ് പറയുക. സപ്പോസ് ഇപ്പോൾ 2 ബോളുകൾ ഇങ്ങനെ വെച്ചിട്ട് ഇവർക്കിടയിൽ ഇങ്ങനെ ഒരു വടി വെച്ചാൽ ഇതിനെ ഒന്നിനെ സ്റ്റേബിളാക്കി മറ്റേനെ ഇങ്ങനെ കറക്കാമല്ലോ. ആ ഒരു വടിയിൽ ഇങ്ങനെ കടന്നിട്ട് ഇത് കറങ്ങുമല്ലോ. ഫ്രീ റൊട്ടേഷൻ പോസിബിൾ ആണ്. എന്നാൽ ചിന്തിക്കുക, 2 ക്രിക്കറ്റ് ബോളുകൾക്കിടയിൽ ഞാൻ 2 വടി വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. 2 വടിയുണ്ട്. എന്നിട്ട് ഒരു ക്രിക്കറ്റ് ബോളിനെ സ്റ്റേബിൾ ആക്കിയിട്ട് മറ്റേതിനെ ഇങ്ങനെ കറക്കി കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കണം, ഈ ബോണ്ട് പൊട്ടിപ്പോകും. അപ്പോൾ അവിടെ ഫ്രീ റൊട്ടേഷൻ പോസിബിൾ അല്ല. മനസ്സിലായല്ലോ? റൊട്ടേഷൻ പോസിബിൾ അല്ല. 2 വടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാകുമല്ലോ. ഒന്നിനെ സ്റ്റേബിളാക്കി മറ്റേതിനെ ഇങ്ങനെ കറക്കുമ്പോൾ ഈ 2 വടികൾ തമ്മിൽ ഇങ്ങനെ പിരിഞ്ഞു വരികയും അത് പൊട്ടിപ്പോവുകയും ചെയ്യും. ഇതേ കോൺസെപ്റ്റാണ് സിംഗിൾ ബോണ്ടിലും ഡബിൾ ബോണ്ടിലും ഉള്ളത്. സിംഗിൾ ബോണ്ടഡ് കാർബണുകൾക്കിടയിൽ ഫ്രീ റൊട്ടേഷൻ പോസിബിൾ ആണ്, എന്നാൽ ഡബിൾ ബോണ്ടഡ് കാർബണുകൾക്കിടയിൽ ഫ്രീ റൊട്ടേഷൻ പോസിബിൾ അല്ല. ഫ്രീ റൊട്ടേഷൻ പോസിബിൾ അല്ലെങ്കിൽ നമ്മൾ റെസ്ട്രിക്റ്റഡ് റൊട്ടേഷൻ ആണ് എന്നാണ് പറയുക. അപ്പോൾ ആ റെസ്ട്രിക്റ്റഡ് റൊട്ടേഷൻ ഉണ്ടായിരിക്കുക എന്നതാണ് ജോമെട്രിക്കൽ ഐസോമറിസത്തിൻ്റെ കണ്ടീഷൻ. അങ്ങനെ റെസ്ട്രിക്റ്റഡ് റൊട്ടേഷൻ ഉള്ള 4 പേരെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ആൽക്കീൻ, സൈക്ലോ കോമ്പൗണ്ട്, അസോ കോമ്പൗണ്ട്, ആൽഡോക്സൈൻ. ഇതിൽ ആൽക്കീനിനെയാണ് ആദ്യം പഠിക്കുന്നത്. നിങ്ങളെല്ലാവരും ഇത് എഴുതിയിട്ടുണ്ടല്ലോ അല്ലേ? ജോമെട്രിക്കൽ ഐസോമറിസം അതിൽ 4 ടൈപ്പ് കൃത്യം എഴുതിയിട്ടുണ്ടല്ലോ. അതിലൊന്നാമൻ ഇൻ ആൽക്കീൻ. ആൽക്കീനിലുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. അതിൻ്റെ കണ്ടീഷൻ ശരിക്കും പഠിച്ചു വെച്ചോളണേ. ആൽക്കീനിൻ്റെ കണ്ടീഷൻ ഞാൻ ശരിക്കും പറഞ്ഞുതരാം, ശ്രദ്ധിച്ചു കേട്ടോളണം. അതർ 2 വാലൻസീസ്, അതെന്താന്നൊക്കെ ഞാൻ പറഞ്ഞുതരും കേട്ടോ, നിങ്ങൾ എഴുതിയാൽ മതി. അതർ 2 വാലൻസീസ് ഓഫ് ഈച്ച് ഡബിൾ ബോണ്ടഡ് കാർബൺ should be different. Other 2 valencies of each double bonded carbon should be different. Other 2 valencies, എന്താണ് ഈ other 2 valencies എന്നൊക്കെ ഞാൻ പറഞ്ഞുതരും. Of each double bonded carbon should be different. ഓരോ ഡബിൾ ബോണ്ടഡ് കാർബണിൻ്റെയും മറ്റു 2 വാലൻസികൾ തമ്മിൽ ഡിഫറൻ്റ് ആയിരിക്കണം. അതെന്താന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ശരിക്കും ശ്രദ്ധിച്ചു കേട്ടോ. അതിന് എക്സാമ്പിൾസ് ആണ് ഈ ക്വസ്റ്റ്യൻസ്. ഞാനൊരു 10-11 ക്വസ്റ്റ്യൻ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ? ചെക്ക് whether the following compounds can or cannot show geometrical isomerism എന്നാണ്. താഴെ പറയുന്ന കോമ്പൗണ്ടുകൾക്ക് ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. ഞാൻ 1ാമത്തെ കോമ്പൗണ്ടിനെ ഞാനൊന്ന് വരക്കാൻ പോവുകയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു കാണുക. 1,2 ഡൈക്ലോറോ എത്തീൻ എന്നാണ്. പേരിൽ നിന്ന് ഞാൻ ചിത്രം വരയ്ക്കുകയാണ് മോനെ. എത്തീൻ എന്നാണല്ലോ വേർഡ് റൂട്ട്. എത്ത് എന്ന് പറഞ്ഞാൽ 2 കാർബൺ അല്ലടാ. ഈനാണ് എന്ന് പറഞ്ഞാൽ അവർക്കിടയിൽ ഡബിൾ ബോണ്ട് ഉണ്ട്. പൊന്നു മോനെ, കാർബണിൻ്റെ ബാക്കി 2 വാലൻസി ഉണ്ടല്ലോ. ആ ബാക്കി 2 വാലൻസിയിൽ എന്തൊക്കെയുണ്ട് നോക്കിയേ. 1ാമത്തെ കാർബണിലും 2ാമത്തെ കാർബണിലും ഡൈക്ലോറോ, ഓരോ ക്ലോറിൻ ഉണ്ട്. ഇവിടെ ഒരു ക്ലോറിൻ ഉണ്ട്, ഇവിടെ ഒരു ക്ലോറിൻ ഉണ്ട്. വാലൻസി കംപ്ലീറ്റ് ചെയ്യാൻ ഞാൻ ഇവിടെ ഹൈഡ്രജൻ ഇട്ട് കൊടുക്കണം, ഇവിടെ ഹൈഡ്രജൻ ഇട്ട് കൊടുക്കണം. കാർബണിൻ്റെ നോർമൽ വാലൻസി 4 ആണ്. അതിൽ 3 എണ്ണം കംപ്ലീറ്റ് ആയി, ബാക്കി ഹൈഡ്രജൻ വെച്ച് ഫില്ല് ചെയ്തു. പൊന്നു മോനെ, ഇതിൽ ഞാൻ അതർ 2 വാലൻസികളെ കാണിച്ചു തരാൻ പോവാണ്.
എന്താണ് അതർ ടു വാലൻസി? ഒരു ഡബിൾ ബോണ്ടഡ് കാർബണിന്റെ 4 വാലൻസിയിൽ 2 എണ്ണം ഡബിൾ ബോണ്ടായിട്ട് പോയിട്ടുണ്ടാവുമല്ലോ, ശരിയല്ലേടാ? ഒരു ഡബിൾ ബോണ്ടഡ് കാർബണിന്റെ നോർമൽ വാലൻസി 4 ആണല്ലോ, അതിൽ 2 എണ്ണം ഡബിൾ ബോണ്ടായിട്ട് പോയിട്ടുണ്ടാകും. ബാക്കി 2 എണ്ണം ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ അതർ ടു വാലൻസി എന്ന് പേര് പറയുക. അപ്പൊ ഒന്നാമത്തെ കാർബണിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേടാ. ഒന്നാമത്തെ കാർബണിലെ അതർ ടു വാലൻസികളിൽ ഒന്ന് H ആണ്, മറ്റൊന്ന് Cl ആണ്, ശരിയല്ലേ? അപ്പൊ ഒന്നാമത്തെ കാർബണിന്റെ അതർ ടു വാലൻസികൾ ഇവിടെ ഡിഫറൻറ്റാ, ശരിയല്ലേ? ഒന്ന് H ആണ്, മറ്റൊന്ന് Cl ആണ്. ഡിഫറൻ്റ് ആയി കഴിഞ്ഞാൽ അവരുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. പഠിച്ചല്ലോ, ഡിഫറൻ്റ് ആവണം എന്നാണ് കണ്ടീഷൻ. എടാ, ഒരു ഡബിൾ ബോണ്ടഡ് കാർബണിനെ നോക്കുമ്പോൾ മറ്റേ ഡബിൾ ബോണ്ടഡ് കാർബണിലേക്ക് നോക്കണ്ട, ഏതെങ്കിലും ഒരാളെ കുറിച്ചാ ചർച്ച. ഇനി രണ്ടാമത്തെ ഡബിൾ ബോണ്ടഡ് കാർബണിനെ നോക്കിയടാ, ഇവിടെ നോക്കിക്കേ, ഇവിടുത്തെ അതർ ടു വാലൻസികൾ ആരൊക്കെയാണ്? ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് H-ഉമാണ്, മറ്റൊന്ന് Cl-ഉമാണ്. അപ്പോൾ രണ്ടാമത്തെ ഡബിൾ ബോണ്ടഡ് കാർബണിലെ അതർ ടു വാലൻസികളും സെയിം ആണോ ഡിഫറൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഡിഫറൻ്റ് ആണ്. 2 ഡബിൾ ബോണ്ടഡ് കാർബണുകളുടെയും അതർ ടു വാലൻസികൾ എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ടഡ് കാർബണിലെ ബാക്കി വരുന്ന 2 വാലൻസികൾ ഡിഫറൻ്റ് ആയിരിക്കണം. ഇയാളെ നോക്കുമ്പോൾ അയാളെ മാത്രമേ നോക്കാവൂ, അവിടെ ഡിഫറൻ്റ് ആണെങ്കിൽ ടിക്ക് ഇട്ടു. രണ്ടാമത്തെ ആൾ ഡിഫറൻ്റ് ആണെങ്കിൽ അവിടെയും ടിക്ക് ഇട്ടു. 2 ഭാഗത്തും ഡിഫറൻ്റ് ആണെങ്കിൽ ഇവർക്ക് ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കാൻ പറ്റും. ക്യാൻ ഷോ ജോമെട്രിക്കൽ ഐസോമറിസം. ഇതേപോലെ നമുക്ക് അടുത്ത കോമ്പൗണ്ട് ഒന്ന് ചെയ്തു നോക്കാം. 2 ബ്യൂട്ടീൻ ആണ്. എടാ, ബ്യൂട്ടീൻ എന്ന് പറഞ്ഞാൽ 4 കാർബൺ ആണല്ലോ. ആ 4 കാർബണിലെ രണ്ടാമത്തെ പൊസിഷനിൽ ഡബിൾ ബോണ്ട് ഉണ്ട്, അപ്പോഴല്ലേ ബ്യൂട്ടീൻ എന്നാവുക. രണ്ടാമത്തെ പൊസിഷനിൽ ഡബിൾ ബോണ്ട് ഉണ്ട്, ബാക്കിയൊക്കെ സിംഗിൾ ബോണ്ടുകളാണ്. ഹൈഡ്രജൻ വെച്ച് ഫില്ല് ചെയ്താൽ ഇവിടെ CH3, ഇവിടെ CH, ഇവിടെ CH, ഇവിടെ CH3 എന്ന് വരും. ഇതല്ലടാ 2 ബ്യൂട്ടീൻ. ഇനി പറ, ഇതിൽ ആരാണടാ ഡബിൾ ബോണ്ടഡ് കാർബൺ? ആ ഡബിൾ ബോണ്ടഡ് കാർബണിനെ ആദ്യം ഹൈലൈറ്റ് ചെയ്യണം. ഡബിൾ ബോണ്ടഡ് കാർബൺ, ഒന്ന് ഇയാളാണ് ഡബിൾ ബോണ്ടഡ് കാർബൺ, മറ്റൊന്ന് ഇയാളാണ് ഡബിൾ ബോണ്ടഡ് കാർബൺ, ശരിയല്ലേ? ആ ഡബിൾ ബോണ്ടഡ് കാർബണുകളുടെ അതർ ടു വാലൻസികൾ എന്ന് പറഞ്ഞാൽ അയാൾക്ക് 2 വാലൻസി ഉണ്ടാവുള്ളൂ, ബാക്കി 2 എണ്ണം ഡബിൾ ബോണ്ടായിട്ട് പോയി. ഇയാളുടെ ഒരു വാലൻസി ഇതാ ഹൈഡ്രജൻ ആണ്, മറ്റൊരു വാലൻസി ഈ CH3 ആണ്. അപ്പൊ സെയിം ആണോ ഡിഫറൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറ, ഇവിടെ ഡിഫറൻ്റ് ആണ്, ശരിയല്ലേ? ഒന്ന് ഹൈഡ്രജൻ ആണ്, മറ്റൊന്ന് CH3 ആണ്, ഡിഫറൻ്റ് ആണ്. അപ്പോൾ അവിടെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. രണ്ടാമത്തെ മോളിക്യൂൾ നോക്കിയേ, രണ്ടാമത്തെ ഡബിൾ ബോണ്ടഡ് കാർബണിന്റെ ഒരു വാലൻസി H ആണ്, മറ്റേ വാലൻസി CH3 ആണ്. പഠിച്ചില്ലേ മോനെ? അപ്പൊ അയാൾക്ക് പറ, ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കാൻ പറ്റുമോ? ഇവിടെയും ഡിഫറൻ്റ് ആണ്, അതുകൊണ്ട് ടിക്ക് വീണു. 2 ഭാഗത്തും ഡിഫറൻ്റ് ആണെങ്കിൽ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. ക്യാൻ ഷോ ജോമെട്രിക്കൽ ഐസോമറിസം. നിങ്ങൾക്ക് മനസ്സിലായോ? ഡബിൾ ബോണ്ടഡ് കാർബണുകളുടെ മറ്റു 2 വാലൻസികൾ ഡിഫറൻ്റ് ആയിരിക്കണം. 1 ബ്യൂട്ടീനിന് പറ്റൂല. എന്തുകൊണ്ടാണ് പറ്റാത്തതെന്ന് ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം. 1 ബ്യൂട്ടീൻ എന്ന് പറഞ്ഞാൽ 4 കാർബൺ ആണല്ലോ. ആ 4 കാർബണിലെ ഒന്നാമത്തെ കാർബണിൽ ഡബിൾ ബോണ്ട് ഉണ്ട്, അപ്പോഴല്ല 1 ബ്യൂട്ടീൻ. ഹൈഡ്രജൻ ഫില്ല് ചെയ്താൽ ഇത് CH3, ഇത് CH2, ഇവിടെ CH, ഇവിടെ CH2, ഇങ്ങനെയല്ലടാ വരിക. നിങ്ങൾ ഈ ഡബിൾ ബോണ്ടഡ് കാർബണിനെ നോക്കിയേ, ഒന്നാമത്തെ ഡബിൾ ബോണ്ടഡ് കാർബണിനെ നോക്കിയേ, ഒന്നാമത്തെ ഡബിൾ ബോണ്ടഡ് കാർബൺ. ആ ഒന്നാമത്തെ ഡബിൾ ബോണ്ടഡ് കാർബണിന്റെ 2 വാലൻസിയും ഹൈഡ്രജൻ അല്ലേ? ഞാനിപ്പോൾ മഞ്ഞ കളർ കൊണ്ട് കാണിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ഡബിൾ ബോണ്ടഡ് കാർബണിന്റെ 2 വാലൻസിയും ഹൈഡ്രജൻ ആണ്, കാണുന്നില്ലേ? ഒന്നാമത്തെ ഡബിൾ ബോണ്ടഡ് കാർബണിന്റെ 2 വാലൻസി ഹൈഡ്രജൻ ആണല്ലോ. 2 വാലൻസിയും ഇവിടെ സെയിം ആണോ ഡിഫറൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ സെയിം ആയിപ്പോയി. സെയിം ആയാൽ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് അല്ല, ഡിഫറൻ്റ് ആവുക എന്നതാണ് കണ്ടീഷൻ. ഇവിടെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് അല്ല, അപ്പോൾ പിന്നെ കനോട്ട് ഷോ ജോമെട്രിക്കൽ ഐസോമറിസം. അപ്പോൾ പിന്നെ രണ്ടാമത്തെ ഡബിൾ ബോണ്ടഡ് കാർബണിനെ കുറിച്ച് ചിന്തിക്കേ വേണ്ട. 2 ഡബിൾ ബോണ്ടഡ് കാർബണിനും വാലൻസി ഡിഫറൻ്റ് ആയിരിക്കണം. ഏതെങ്കിലും ഒരു ഡബിൾ ബോണ്ടഡ് കാർബണിന് വാലൻസി സെയിം ആയി കഴിഞ്ഞാൽ കനോട്ട് ഷോ ജോമെട്രിക്കൽ ഐസോമറിസം. കിട്ടിയില്ലേ മോനെ? വളരെ പെട്ടെന്ന് നമുക്ക് പ്രൊപ്പീൻ ഒന്ന് ചെയ്ത് നോക്കാം. പ്രൊപ്പീൻ വളരെ സിമ്പിളാ, 3 കാർബണാണ്. ഒന്നാമത്തെ കാർബണിൽ ഡബിൾ ബോണ്ട്, അപ്പോൾ ഇവിടെ CH2, ഇവിടെ CH, ഇവിടെ CH3. പറ്റുമോ? പറ്റൂലേ? പറ്റില്ല. എന്താ കാര്യം? ഒന്നാമത്തെ ഡബിൾ ബോണ്ടഡ് കാർബണിന്റെ 2 വാലൻസിയും സെയിം ആയിപ്പോയി, കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് അല്ല. 2ഉം ഹൈഡ്രജൻ ആണല്ലോ. 2,3 ഡൈമീഥൈൽ ബ്യൂട്ട്-2-ഈൻ പറ്റുമോ നോക്കിക്കോട്ടോ. ബ്യൂട്ട്-2-ഈൻ ആണ്. അവിടുന്ന് വരച്ചു തുടങ്ങാം. ബ്യൂട്ട്-2-ഈൻ 1, 2, 3, 4. രണ്ടാമത്തെ പൊസിഷനിൽ ഡബിൾ ബോണ്ട് ഉണ്ട്. 2ലും 3ലും ഡൈമീഥൈൽ ഉണ്ട്. ഇവിടെ ഒരു മീഥൈൽ, ഇവിടെ ഒരു മീഥൈൽ. ഹൈഡ്രജൻ ഫില്ല് ചെയ്താൽ CH3, 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 ശരിയല്ലടാ?
ആദ്യത്തെ ഡബിൾ ബോണ്ടഡ് കാർബണിനെ നോക്ക്. ഇതല്ലേ ആദ്യത്തെ ഡബിൾ ബോണ്ടഡ് കാർബൺ. അതിന്റെ രണ്ട് വാലൻസി, ഒന്ന് മീഥൈൽ മറ്റൊന്ന് മീഥൈൽ. ഡിഫറൻ്റ് അല്ലല്ലോ. ഡിഫറൻ്റ് ആവണം എന്നല്ലേ കണ്ടീഷൻ. സെയിം ആയിപ്പോയി. സെയിം ആയി കഴിഞ്ഞാൽ കനോട്ട് ഷോ. ഒന്നും നോക്കണ്ട, കനോട്ട് ഷോ. സിമ്പിൾ അല്ലേ? മനസ്സിലായില്ലേ? രണ്ട് വാലൻസിയും ഡിഫറൻ്റ് ആവണം. ഇവിടെ ഏതെങ്കിലും ഒരു ഡബിൾ ബോണ്ടഡ് കാർബണിന്റെ രണ്ട് വാലൻസി സെയിം ആയി കഴിഞ്ഞാൽ കനോട്ട് ഷോ ജോമെട്രിക്കൽ ഐസോമറിസം. 2 മീഥൈൽ ബ്യൂട്ടി 2 പറ്റുമോ നോക്കാം. ബ്യൂട്ടി 2 ആണ്. 1 2 3 4 ഡബിൾ ബോണ്ട്. രണ്ടാമത്തെ പൊസിഷനിൽ മീഥൈൽ ഉണ്ട്. ഇവിടെ CH3, ഇവിടെ CH3, ഇവിടെ CH, ഇവിടെ CH3. പറ്റുവാടാ? കണ്ടിട്ട് പറ. ഇയാൾക്ക് പറ്റില്ല. കാരണം എന്താ? ഈ ഡബിൾ ബോണ്ടഡ് കാർബണിന്റെ രണ്ട് വാലൻസി സെയിം ആയിപ്പോയി. സെയിം ആയി കഴിഞ്ഞാൽ കനോട്ട് ഷോ. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കരുത്, കനോട്ട് ഷോ ആണ്. നിങ്ങൾ എന്നോട് ചോദിക്കരുത് മോനെ സാറേ ഇപ്പുറത്ത് ഡബിൾ ബോണ്ടഡ് കാർബണുകളിൽ ഡിഫറൻ്റ് അല്ലേ എന്ന് ചോദിക്കണ്ട. രണ്ടുപേർക്കും ഡിഫറൻ്റ് ആവണം. ഇവിടെ ഒന്നാമത്തെ ഡബിൾ ബോണ്ടഡ് കാർബൺ സെയിം ആയി കഴിഞ്ഞല്ലോ. അപ്പോൾ പിന്നെ ഇനി രണ്ടാമത്തത് സെയിം ആയിട്ടും കാര്യമില്ല, ഡിഫറൻ്റ് ആയിട്ടും കാര്യമില്ല. കനോട്ട് ഷോ ജോമെട്രിക്കൽ ഐസോമറിസം. 1 ക്ലോറോ പ്രൊപ്പ് 1 ഈൻ. എടാ പ്രൊപ്പ് എന്ന് പറഞ്ഞാൽ 3 കാർബൺ ആണ്. ഒന്നാമത്തെ പൊസിഷനിൽ ഡബിൾ ബോണ്ട് ഉണ്ട്. ഇവിടെ ഡബിൾ ബോണ്ട് ഇട്ടു. 1 ക്ലോറോ. ഒന്നാമത്തെ പൊസിഷനിൽ ക്ലോറിൻ ഉണ്ട്. അപ്പോൾ ഇവിടെ CH3, ഇവിടെ CH, ഇവിടെ CH എന്നാണ് ബാക്കി ഉണ്ടാവുക. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇയാൾക്ക് ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കാൻ പറ്റുമോ? ഈ ഡബിൾ ബോണ്ടഡ് കാർബണിന്റെ ഒരു വാലൻസി എച്ചും ഒന്ന് ക്ലോറിനും. അത് ഡിഫറൻ്റാ. അപ്പൊ ഞാൻ ടിക്ക് ഇട്ടു. രണ്ടാമത്തെ ഡബിൾ ബോണ്ടഡ് കാർബൺ ഇയാളാണ്. അതിന്റെ ഒരു വാലൻസി എച്ചും ഒരു വാലൻസി CH3യും. അതും ഡിഫറൻ്റാ. രണ്ട് ഭാഗത്തും ഡിഫറൻറ്റ് ഫങ്ഷണൽ ഗ്രൂപ്പുകൾ, ഡിഫറൻറ്റ് വാലൻസി വന്നു. ക്യാൻ ഷോ. പഠിച്ചു വെക്കണേ. ക്യാൻ ഷോ ജോമെട്രിക്കൽ ഐസോമറിസം. ഈച്ച് ഡബിൾ ബോണ്ടഡ് കാർബണിന്റെയും വാലൻസി ഇവിടെ ഡിഫറൻ്റ് ആണ് വന്നത്. എത്തീൻ 1,2 ഡയോൾ. കേട്ടോളണേ. എത്ത് എന്ന് പറഞ്ഞാൽ 2 കാർബണാ. അതിൻ്റെ ഇടയിൽ ഡബിൾ ബോണ്ടാ ഈന്. 1,2 ഡയോൾ. ഇവിടെ OH, ഇവിടെ OH. ബാക്കി ഹൈഡ്രജൻ വെച്ച് ഫില്ല് ചെയ്താൽ ഇവിടെ H, ഇവിടെ H. നമുക്ക് കണ്ടാൽ അറിയാം, ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഒന്നാമത്തെ ഡബിൾ ബോണ്ടഡ് കാർബണിന്റെ ഒരു വാലൻസി H, മറ്റൊരു വാലൻസി OH. ഡിഫറൻ്റ് ആയി, കണ്ടീഷൻ സാറ്റിസ്ഫൈഡ്. ഇവിടെയും ഒന്ന് OH, ഒന്ന് H, കണ്ടീഷൻ സാറ്റിസ്ഫൈഡ്. രണ്ട് ഭാഗത്തും കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ക്യാൻ ഷോ ജോമെട്രിക്കൽ ഐസോമറിസം. അടുത്തത് നോക്കാം. ബ്യൂട്ടി 2 in 1,4 ഡയോയിക് ആസിഡ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ്. ഇത് പിന്നീട് ജോമെട്രിക്കൽ ഐസോമറിസം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഈ മോളിക്യൂൾ ഇനിയും വരും. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ 4 കാർബണാണ്. 1 2 3 4. 2 in രണ്ടാമത്തെ പൊസിഷനിൽ ഡബിൾ ബോണ്ട്. 1,4 ഡയോയിക് ആസിഡ്. ഒന്നാമത്തതും നാലാമത്തതും ഓയിക് ആസിഡുകളാണ് നല്ല അർത്ഥം. ഓയിക് ആസിഡ് എന്ന് പറഞ്ഞാൽ COOH ഗ്രൂപ്പാണ് എന്നാണല്ലോ. അപ്പോൾ ഒന്നാമത്തതിന് ഞാൻ COH ആക്കി, രണ്ടാമത്തിനെയും COH ആക്കി. നാലാമത്തതിനെയും COH ആക്കി. ബാക്കിയുള്ളതൊക്കെ ഹൈഡ്രജൻ വെച്ച് ഫില്ല് ചെയ്താൽ ഇവിടെ H ഉണ്ടാകും, ഇവിടെ H ഉണ്ടാകും. ഇങ്ങനെയല്ലേ ഉണ്ടാവുക? ഇനി പറ മോനെ, ഇതിലെ ഡബിൾ ബോണ്ടഡ് കാർബണുകളെ സൂക്ഷിച്ചു നോക്ക്. ഇതല്ലേ ഡബിൾ ബോണ്ടഡ് കാർബൺ. അതിൻ്റെ ഒരു ഹൈഡ്രജൻ, ഒരു വാലൻസി ഹൈഡ്രജൻ, മറ്റൊരു വാലൻസി COH. കണ്ടീഷൻ സാറ്റിസ്ഫൈഡ്. ഡിഫറൻ്റാ. രണ്ടാമത്തെ ഡബിൾ ബോണ്ടഡ് കാർബണിലും ഒരു വാലൻസി H, മറ്റൊരു വാലൻസി COH. കണ്ടീഷൻ ഈസ് ഓൾസോ സാറ്റിസ്ഫൈഡ്. രണ്ട് ഭാഗത്തും കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് ക്യാൻ ഷോ ജോമെട്രിക്കൽ ഐസോമറിസം. പഠിച്ചില്ലേ? ഈ മോളിക്യൂളിന് ഒന്ന് നീ കണ്ണു വെച്ചേക്കണേ. ബ്യൂട്ടി 2 in 1,4 ഡയോയിക് ആസിഡിനെ നമുക്ക് പിന്നീട് ആവശ്യമുണ്ട്. 1,1 2,2 ടെട്രാക്ലോറോ എത്തീനിനെ കാണിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഞാൻ ഹോംവർക്ക് തരികയാണ്. കമൻറ്റ് പ്ലീസ്. നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇയാൾക്ക് പറ്റുമോ ഇല്ലയോ എന്ന് നീ ഒന്ന് ചെയ്തു നോക്കും. ഇനി നോയിക്കോട്ടെ മോനെ, നമ്മൾ ഡബിൾ ബോണ്ടഡ് കാർബണുകളുടെ ജോമെട്രിക്കൽ ഐസോമറിസം ആണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കണേ. ഇനി അതിനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പോവാണ്. ഒന്നാമത്തെ ടൈപ്പാണ് CAB ഡബിൾ ബോണ്ട് CAB ടൈപ്പ്. ഒന്നുമില്ല, എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. A എന്ന് പറഞ്ഞാൽ ഒരു വാലൻസി, B എന്ന് പറഞ്ഞാൽ മറ്റൊരു വാലൻസി. ഒന്നാമത്തെ കാർബണിൽ എങ്ങനെയാണോ അതേപോലത്തെ വാലൻസികളാണ് രണ്ടാമത്തെ കാർബണിൽ ഉള്ളത് എന്നാണ് ഇവിടെയും AB ഇവിടെയും AB എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിമ്പിളാണ്, ഞാൻ കാണിച്ചു തരാം. 2 ബ്യൂട്ടീൻ. എടാ 2 ബ്യൂട്ടീൻ്റെ ചിത്രം ഞാൻ വരക്കുകയാണ്. എല്ലാവരും ഒന്ന് സഹായിക്കണേ. 2 ബ്യൂട്ടീൻ എന്ന് പറഞ്ഞാൽ 4 കാർബൺ ആണല്ലോ. ആ 4 കാർബണിൽ രണ്ടാമത്തെ കാർബണിൽ ഡബിൾ ബോണ്ട് വരുമ്പോഴല്ലേ 2 ബ്യൂട്ടീൻ. അപ്പോൾ ഇവിടെ CH3, ഇവിടെ H, ഇവിടെ H, ഇവിടെ CH3. ഇയാൾക്ക് ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കാൻ പറ്റും എന്ന് നേരത്തെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. കാരണം ഞാൻ ഇതിലെ കാർബണുകൾക്ക് നമ്പർ കൊടുത്താൽ 1 2 3 4 എന്ന് നമ്പർ കൊടുത്താൽ അതിലെ രണ്ടാമത്തെ കാർബണും മൂന്നാമത്തെ കാർബണും അല്ലേടാ അവിടുത്തെ ഡബിൾ ബോണ്ടഡ് കാർബൺ. നിങ്ങൾ എന്നോട് പറ, ഈ കാർബണിന്റെ 4 വാലൻസിയിൽ 2 എണ്ണം അല്ലേ ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. ബാക്കി 2 എണ്ണം എങ്ങനെ ഉണ്ടാവില്ലേ? ഇയാൾക്കും ബാക്കി 2 എണ്ണം ഉണ്ടാവില്ല. എങ്ങനെ? ആ 2 വാലൻസികളിൽ ഞാൻ ഇയാളുടെ വാലൻസികൾ ഇങ്ങനെ എഴുതി കൊടുക്കാൻ പോവാണേ. ശ്രദ്ധിക്കടാ. ഇതാ രണ്ടാമത്തെ കാർബൺ ആണ് ഞാൻ ഈ എഴുതിയേക്കുന്നത്. സെക്കൻഡ് കാർബൺ ഡബിൾ ബോണ്ടഡ് കാർബൺ. അതിലൊരു വാലൻസി H ആണ്. അപ്പം ഞാനിവിടെ H ഇട്ടു. മറ്റൊരു വാലൻസി ഈ CH3 ആണ്. ഞാനിവിടെ CH3 ഇട്ടു.
കേൾക്കടാ, മൂന്നാമത്തെ കാർബൺ എന്ന് പറഞ്ഞാൽ നേരെ എഴുതുമ്പോൾ മൂന്നാമത്തെ കാർബൺ എന്ന് പറഞ്ഞാൽ ഇയാൾ ഒരു വാലൻസി എച്ച് ആണ്, മറ്റൊരു വാലൻസി CH3 ആണ്. നിങ്ങൾ എന്നോട് പറ, ഈ എഴുതിയ എഴുത്തിൽ രണ്ട് ഹൈഡ്രജനും ഒരേ സൈഡിൽ വന്നത് കണ്ടോ നിങ്ങൾ? ദാ ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ ഒരു ഹൈഡ്രജൻ, കണ്ടോ? രണ്ട് ഹൈഡ്രജൻ ഒരേ സൈഡിൽ വന്നു. അപ്പോൾ ചിലർക്കൊരു ചോദ്യം ഉണ്ടാവും, സാറേ അങ്ങനെ തന്നെ എഴുതണമെന്ന് വല്ല നിർബന്ധമുണ്ടോ? ഈ ഒരു ഹൈഡ്രജൻ ഇവിടെയാണെങ്കിൽ മറ്റേ ഹൈഡ്രജനെ തിരിച്ചു പറഞ്ഞൂടെ? പറയാം, അത് നിന്റെ ഇഷ്ടത്തിന് പറയാം. അതെങ്ങനെ വേണേലും നമുക്ക് വരക്കാം. കാർബൺ, ഡബിൾ ബോണ്ട് കാർബൺ, ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ CH3, ഇവിടെ CH3, ഇവിടെ ഹൈഡ്രജൻ. അതെന്താ സാറേ ഈ ഹൈഡ്രജന്റെ ടേമിൽ മാത്രം സാറ് സംസാരിക്കുന്നത്? CH3യും അങ്ങനെ തന്നെയല്ലേ? എടാ, ആരെങ്കിലും ഒരാളുടെ ടേമിൽ പറഞ്ഞാൽ മതി. എച്ചിന്റെ ടേമിൽ പറയണമെങ്കിൽ അങ്ങനെ പറയാം. CH3യോടാണ് ഇഷ്ടമെങ്കിൽ അയാളുടെ ടേമിൽ പറഞ്ഞു. ഇവിടെ നോക്കിക്കോ, CH3യും ഒരേ സൈഡിലാണ്. ഇവിടെ CH3യും ഓപ്പോസിറ്റ് സൈഡിലാണ്. ഇനി എച്ചിന്റെ ടേമിൽ പറയണമെങ്കിൽ അങ്ങനെയും പറയാം, എച്ചും ഓപ്പോസിറ്റ് സൈഡിലാണ്. എങ്ങനെ വേണേലും പറയാം. എടാ, ഒരേപോലെയുള്ള ഗ്രൂപ്പുകൾ ഒരേ സൈഡിൽ വന്നാൽ നമ്മൾ അവരെ കുറിച്ച് സിസ് ഐസോമർ എന്നാണ് പേര് പറയുക. എന്താണ് പേര്? സിസ് ഐസോമർ എന്നാണ് പേര് പറയുക. ഒരേപോലെയുള്ള ഗ്രൂപ്പുകൾ ഒരേ സൈഡിൽ വന്നാൽ സിസ് ഐസോമർ. ഒരേപോലെയുള്ള ഗ്രൂപ്പുകൾ ഓപ്പോസിറ്റ് സൈഡിൽ വന്നാൽ നമ്മൾ അതിനെ ട്രാൻസ് ഐസോമർ എന്നാണ് പേര് പറയുക. പഠിച്ചില്ലടാ? ട്രാൻസ് ഐസോമർ എന്നാണ് പേര് പറയുക. കിട്ടിയില്ലേ? ഞാൻ നേരത്തെ നിങ്ങളോട് ഇയാളെ ശ്രദ്ധിച്ചോ, പിന്നെയും നോക്കിക്കോ, ഇനി അയാൾ വരും എന്നൊക്കെ പറഞ്ഞ ആളാണ് ബ്യൂട്ടി 2-in-1,4 ഡയോയിക് ആസിഡ്. എടാ, ബ്യൂട്ടി 2-in-1,4 ഡയോയിക് ആസിഡിന്റെ ചിത്രം ഞാനൊന്ന് പെട്ടെന്ന് വരയ്ക്കുകയാണ്. 4 കാർബൺ ഉണ്ട്. ആ 4 കാർബണിൽ ഡബിൾ ബോണ്ട് ഉണ്ട്. ഒന്നാമത്തെയും നാലാമത്തെയും കാർബണുകൾ COOH ആണ്. അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു. വാലൻസി കംപ്ലീറ്റ് ചെയ്യാൻ ഇവിടെ H ഒക്കെ ഇട്ട് കൊടുത്തു, ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിന്റെ സിസും ട്രാൻസും ഐസോമറുകൾ വരയ്ക്കുകയാണ്. വരയ്ക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ, വെറുതെ ഇതിനൊന്ന് നമ്പർ ഇട്ട് വെക്കുക, 1, 2, 3, 4. അപ്പോൾ ഒന്നാമത്തെയും നാലാമത്തെയും കാർബണുകൾ COOH ആണ്. രണ്ടാമത്തെയും മൂന്നാമത്തെയും കാർബണുകൾക്കിടയിൽ ഡബിൾ ബോണ്ട് ഉണ്ട്. ഈ ഡബിൾ ബോണ്ടഡ് കാർബണുകളെയാണ് നമ്മൾ ആദ്യം വരയ്ക്കേണ്ടത്. ഇതാ ഡബിൾ ബോണ്ടഡ് കാർബണിനെ ആദ്യം വരച്ചു. ആ ഡബിൾ ബോണ്ടഡ് കാർബണിന്റെ അതർ 2 വാലൻസിയാണ് ഞാനിപ്പോൾ ഈ വരച്ചേക്കുന്നത്. ഒന്നാരാണ് പറ? H ആണ്, H. മറ്റൊന്ന് ഈ COOH ആണ്. ഞാനിവിടെ എഴുതി COOH. ഇവിടെയും ഒരു H, ഇവിടെ COOH. കണ്ടാൽ തന്നെ അറിയാം ഒരേപോലെയുള്ള ആളുകൾ ഒരേ സൈഡിൽ വന്നു. നമ്മൾ അതിനെ സിസ് ഐസോമർ എന്ന് പേര് വിളിക്കും. ഇനി രണ്ടാമത് ഞാൻ ഇതിനെങ്ങനെ വരക്കുന്നു? കാർബൺ, ഡബിൾ ബോണ്ട് കാർബൺ, ഇവിടെ H, ഇവിടെ COOH. ഇത് നേരെ തിരിച്ചു പറയുക. രണ്ടാമത്തെ ആറ്റത്തിനെ തിരിച്ചു പറയുക. ഇവിടെ COOH, ഇവിടെ H. ഓപ്പോസിറ്റ് സൈഡിൽ വന്നു. ഒരേപോലെയുള്ള വാലൻസികൾ ഓപ്പോസിറ്റ് സൈഡിൽ വന്നാൽ നമ്മൾ അതിനെ ട്രാൻസ് ഐസോമർ എന്നാണ് പേര് പറയുക. പഠിച്ചില്ലേ മോനെ? എടാ, ബ്യൂട്ടി 2-in-1,4 ഡയോയിക് ആസിഡിന് സിസ് ഐസോമറും ഉണ്ട്, ട്രാൻസ് ഐസോമറും ഉണ്ട് എന്ന് പറഞ്ഞില്ലേ? ഇനിയാണ് പ്രധാന കളി. നോക്കി വെച്ചോട്ടാ. സിസ് ഐസോമറിനെ ഒരു പ്രത്യേക പേര് വിളിക്കും. എന്താണ് അതിൻ്റെ പേര് അറിയോ? മലീക് ആസിഡ് എന്നാണ് അതിൻ്റെ പേര്. മലീക് ആസിഡ്. എന്താണ് പേര്? പറ. ഐസോമറിന്റെ പേരാണ്, സിസ് ഐസോമറിന്റെ പേരാണ് മലീക് ആസിഡ്. പഠിച്ചില്ലേ? ട്രാൻസ് ഐസോമറിന്റെ പേരാണ് ഫ്യൂമാരിക് ആസിഡ്. എന്താണ് പേര്? ഫ്യൂമാരിക് ആസിഡ്. പഠിക്കണേ. അപ്പോൾ ബ്യൂട്ടി 2-in-1,4 ഡയോയിക് ആസിഡ് എന്ന് പറയുന്ന മോളിക്യൂളിന് 2 ഐസോമർ ഉണ്ട്. സിസ് ഐസോമറും ഉണ്ട്, പറ, ട്രാൻസ് ഐസോമറും ഉണ്ട്. സിസ് ഐസോമറിനെ സ്പെസിഫിക്കലി വിളിക്കുന്ന പേരാണ് മലീക് ആസിഡ്. ട്രാൻസ് ഐസോമറിനെ സ്പെസിഫിക്കലി വിളിക്കുന്ന പേരാണ് ഫ്യൂമാരിക് ആസിഡ്. ഇപ്പൊ രണ്ടുപേരും IUPAC നെയിമിംഗ് പ്രകാരം ബ്യൂട്ടി 2-in-1,4 ഡയോയിക് ആസിഡ് തന്നെയാണ്. രണ്ടുപേരുടെ IUPAC നെയിം സെയിമാ. പക്ഷെ അവരുടെ ജോമെട്രിക്കൽ ഐസോമറിസത്തിന് പറയുന്ന പ്രത്യേക പേരുകളാണ്. സിസ് ഐസോമറിന് മലീക് ആസിഡും ട്രാൻസ് ഐസോമറിന് ഫ്യൂമാരിക് ആസിഡും. കുട്ടികൾ പറയാറുണ്ട്, സാറേ മലീക് ആസിഡും ഫ്യൂമാരിക് ആസിഡും 2 ടൈപ്പ് ഐസോമറുകളാണ് എന്നൊക്കെ ഞങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. പക്ഷെ സിസ് ആണോ ട്രാൻസ് ആണോ എന്നൊക്കെ മറന്നുപോകും. അത് മറക്കാതിരിക്കാൻ ഞാൻ വിദ്യാർത്ഥികളോട് ഓർക്കാൻ പറയാറുള്ളത് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേരാണ്. നമ്മളെ സ്ഥാപനത്തിൻ്റെ പേര് CM അക്കാഡമി എന്നാണല്ലോ. അപ്പോൾ CM ആണ് എന്ന് ഓർക്കുക. സി എന്ന് പറഞ്ഞാൽ സിസ്, സിസ് ആണെങ്കിൽ M ആണ് മലീക്. മറക്കൂലല്ലോ. സിസ് മലീക് എന്ന് ഓർക്കാൻ CM അക്കാഡമിയെ ഓർത്താൽ മതിയാകും. ഓക്കെ, ഇനി അടുത്തൊരു ടൈപ്പാണ് CABCAC ടൈപ്പ്. എന്താണെന്ന് കാണിച്ചു തരാം. ഇവിടെ നോക്കിയാൽ AB എന്ന് പറഞ്ഞാൽ ഒരു കാർബണിന്റെ 2 വാലൻസി, ഒന്ന് Aയും മറ്റൊന്ന് Bയും. രണ്ടാമത്തെ കാർബണിന്റെ 2 വാലൻസി, ഒന്ന് Aയും മറ്റൊന്ന് Cയും. അപ്പോൾ അവിടെ 2 പേരിലും കോമൺ ആയിട്ട് ഒരു വാലൻസി ഉണ്ട്.
കോമൺ ആയിട്ടൊരു വാലൻസി ഉണ്ട്, അതാരാ? എ. രണ്ടിലും കോമൺ ആയിട്ട് ഒരു വാലൻസി ഉണ്ട്. ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം കേട്ടോ, ശരിക്കും ശ്രദ്ധിച്ച് നോക്കണേ മോനെ. ആരാണ് നമ്മുടെ എക്സാമ്പിൾ എന്ന് അറിയാം നിങ്ങൾക്ക്? ഇതാ ബ്യൂട്ട് 2 in 2 all. ബ്യൂട്ട് 2 in 2 all. ശരിക്കും ശ്രദ്ധിച്ച് കണ്ടോ മോനെ? ബ്യൂട്ട് 2 in 2 all ചിത്രം എങ്ങനെ ഉണ്ടാവും? ബ്യൂട്ട് എന്ന് പറഞ്ഞാൽ 4 കാർബൺ അല്ലേ, രണ്ടാമത്തെ കാർബണിൽ 2 in 2 all രണ്ടാമത്തെ പൊസിഷനിൽ OH ഉണ്ട്. അപ്പോൾ ഹൈഡ്രജൻ വെച്ച് ഫില്ല് ചെയ്താൽ ഇവിടെ CH3, ഇവിടെ ഇനി ഒന്നും വേണ്ട, ഇവിടെ H, ഇവിടെ CH3, ഇങ്ങനെയല്ലേ ഉണ്ടാവുക. ഇനി ഞാൻ അതിൻ്റെ സിസ് ട്രാൻസ് ഐസോമറിസം വൃത്തിക്ക് വരയ്ക്കാൻ പോവാണ്. സിസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും? കാർബൺ ഡബിൾ ബോണ്ട് കാർബണിനെ വൃത്തിക്ക് വരയ്ക്കുക, അതിൻ്റെ 2 വാലൻസി എഴുതുക. ഇങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞേ? ഒന്നാമത്തെ കാർബൺ, അതായത് ഇയാൾക്ക് ഒരു വാലൻസി CH3 ആണ്, മറ്റേ വാലൻസി OH ആണ്. രണ്ടാമത്തെ ഡബിൾ ബോണ്ടർ കാർബണിന് ഒരു വാലൻസി H ആണ്, മറ്റേ വാലൻസി CH3 ആണ്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും, 2 ഡബിൾ ബോണ്ടഡ് കാർബണിലും കോമൺ ആയിട്ട് ഒരു ടൈപ്പ് വാലൻസി അല്ലേ ഉള്ളൂ. ആരാണത്? ഈ CH3. ഇവിടെ ഒരു CH3 ഉണ്ട്, ഇവിടെ ഒരു CH3 ഉണ്ട്. അപ്പോൾ സിസും ട്രാൻസും പറയാൻ നമ്മൾ ആ CH3 ആണ് നോക്കുക. ഈ OH-നെയും H-നെയും നോക്കിയിട്ട് കാര്യമില്ലല്ലോ, അത് രണ്ടും ഡിഫറെൻ്റ് ആണല്ലോ. ഒരേപോലെയുള്ള ആളുകൾ ഒരേ സൈഡിൽ വരുമ്പോഴാണ് സിസ്. ഇവിടെ ഒരേപോലെയുള്ള ഒരാളേ ഉള്ളൂ, അപ്പോൾ പിന്നെ അയാളെ വെച്ചിട്ട് വേണം നമ്മൾ സിസും ട്രാൻസും പറയാൻ. അപ്പോൾ ഇയാള്, ഞാനിപ്പോൾ വരച്ച ആള് സിസ് ആണോ ട്രാൻസ് ആണോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും, ഇത് സിസ് ഐസോമറാണ്. കാര്യം അവിടെ CH3യും ഒരേ സൈഡിലാണ് വന്നത്. ഇതിൻ്റെ ട്രാൻസ് എങ്ങനെയാ വരയ്ക്കുക? കാർബൺ ഡബിൾ ബോണ്ട് കാർബൺ, ഇവിടെ OH, ഇവിടെ CH3, ഒരു സൈഡ് മാറ്റണ്ട, മറ്റേ സൈഡ് തിരിച്ചു പറഞ്ഞാൽ മതി. ഇവിടെ CH3, ഇവിടെ H. അപ്പോൾ ഇയാളുടെ പേരാണ് ട്രാൻസ് ഐസോമർ. കിട്ടിയില്ല മോനെ? ട്രാൻസ്. ഒരേപോലെയുള്ള ആളുകൾ, അതാരാ? ഈ CH3യും ഈ CH3യും ഓപ്പോസിറ്റ് സൈഡിൽ വന്നാൽ ദാറ്റ് ഈസ് കോൾഡ് ട്രാൻസ് ഐസോമർ. പഠിച്ചല്ലോ. അപ്പോൾ CAB ടൈപ്പ് പഠിച്ചു, CAC ടൈപ്പ് പഠിച്ചു. നേരത്തെ പറഞ്ഞ കോമ്പൗണ്ടുകളിൽ 2 ഡബിൾ ബോണ്ടഡ് കാർബണിൻ്റെയും 2 വാലൻസികളും ഒരേപോലെ ആയിരുന്നു. ഐ മീൻ, ഒരു ഡബിൾ ബോണ്ടഡ് കാർബണിൻ്റെ 2 വാലൻസി എങ്ങനെയാണോ അതേപോലെയാണ് രണ്ടാമത്തെ ഡബിൾ ബോണ്ടഡ് കാർബണിൻ്റെയും വാലൻസി. അതുകൊണ്ട് CH3 വെച്ചും പറയാമായിരുന്നു, H വെച്ചും 2 വാലൻസികൾ വെച്ചും നമുക്ക് സിസും ട്രാൻസും ഒക്കെ പറയാമായിരുന്നു. പക്ഷെ ഇപ്പൊ പറഞ്ഞ ടൈപ്പിൽ ഒരു വാലൻസി മാത്രമേ കോമൺ ആയിട്ടുള്ളൂ. അപ്പൊ പിന്നെ അയാളെ വെച്ച് നമുക്ക് സിസും ട്രാൻസും പറയാൻ പറ്റും. മൂന്നാമത്തതാണ് CABCDC ടൈപ്പ്. എന്താ വ്യത്യാസം മനസ്സിലായി നിങ്ങൾക്ക്? ഒന്നാമത്തെ ഡബിൾ ബോണ്ടർ കാർബണിന്റെ 2 വാലൻസി AB ആണ്, രണ്ടാമത്തെ ഡബിൾ ബോണ്ടഡ് കാർബണിന്റെ 2 വാലൻസി DC ആണ്. വിച്ച് മീൻസ് ഒന്നാമത്തെ ഡബിൾ ബോണ്ടഡ് കാർബണിലുള്ള ഒരാൾ പോലും രണ്ടാമത്തെ ഡബിൾ ബോണ്ടഡ് കാർബണിലില്ല എന്നർത്ഥം. അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിനെ സിസ് ട്രാൻസ് ഐസോമറിസം എന്നല്ല പേര് വിളിക്കുക, Z&E ഐസോമറിസം എന്നാണ് പേര് വിളിക്കുക. അതെന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ അത് പഠിക്കൽ നന്നായിരിക്കും. അപ്പോൾ ശരിക്കും ശ്രദ്ധിച്ചാൽ ഞാനൊരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. എടാ, ഒരു കാർബൺ ഡബിൾ ബോണ്ട് കാർബൺ, ഇവിടെ ഒരു CH3, ഇവിടെ ഒരു OH, ഓക്കെ, ഇവിടെ ഒരു ഫ്ലൂറിൻ, ഇവിടെ ഒരു ക്ലോറിൻ. ചിന്തിക്കണേ മോനെ, നിങ്ങൾ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ അറിയോ? ഓരോ വാലൻസികളിലും അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആറ്റത്തിൻ്റെ അറ്റോമിക് നമ്പർ എഴുതണം. അറ്റോമിക് നമ്പർ എന്താ? ഈ ഇവിടെ അറ്റാച്ച് ചെയ്ത ആൾ ഫ്ലൂറിൻ അല്ലേ, ഫ്ലൂറിൻ്റെ അറ്റോമിക് നമ്പർ 9 ആണ്. താഴെ അറ്റാച്ച് ചെയ്തത് ക്ലോറിൻ ആണ്, അയാളുടെ അറ്റോമിക് നമ്പർ 17 ആണ്. അപ്പോൾ ഇതിൽ ആരാടാ മോർ ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചാൽ ക്ലോറിൻ ആണ് മോർ ഇമ്പോർട്ടൻ്റ് എന്ന് പേര് പറയും. ക്ലോറിൻ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. ഇതാ ഇയാൾ മോർ ഇമ്പോർട്ടൻറ്റ്. ആ ക്ലോറിൻ ഒന്ന് കളർ കൂട്ടി എഴുതി കൊടുക്കാം. ഇവിടെ ക്ലോറിൻ ഉണ്ട്, അയാളാണ് മോർ ഇമ്പോർട്ടൻറ്റ്. പഠിച്ചോ? എന്താ ക്ലോറിൻ മോർ ഇമ്പോർട്ടൻ്റ് ആവാനുള്ള കാര്യം? അപ്പം ആരാണ് ഇമ്പോർട്ടൻ്റ് എന്ന് എങ്ങനെ മനസ്സിലാക്കാം? ഇമ്പോർട്ടൻസ് ആർക്കാണ് പറ? ഇമ്പോർട്ടൻസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അറ്റോമിക് നമ്പർ ഓഫ് കീ ആറ്റം. ആരാണെന്ന് പറയണേ? അറ്റോമിക് നമ്പർ ഓഫ് കീ ആറ്റം. കീ ആറ്റം എന്ന് പറഞ്ഞാൽ ബോണ്ട് ഉണ്ടാക്കിയ ആറ്റം ആരാണോ അയാളാണ് കീ ആറ്റം. അപ്പോൾ ഇവിടെ ക്ലോറിൻ 17, ഫ്ലൂറിൻ 9. ഇതിൽ ആരാ മോർ ഇമ്പോർട്ടൻറ്റ്? ക്ലോറിൻ. എന്തുകൊണ്ട്? അയാളുടെ അറ്റോമിക് നമ്പറാണ് കൂടുതൽ. രണ്ടാമത്തെ ആൾ നോക്കാം നമുക്ക്. ഇതാ ഇവിടെ CH3 ഉണ്ട്, ഇവിടെ CH3 ഉണ്ട്, ഇവിടെ OH ഉണ്ട്. പറ, CH3 എന്ന് പറയുന്നതിൽ ആരാണടാ കീ ആറ്റം? കാർബണാണ് കീ ആറ്റം. CH3 എന്നുള്ളിൽ ആ ബോണ്ട് ഉണ്ടാക്കുന്ന ആൾ കാർബൺ ആണല്ലോ. ബാക്കി 3 ഹൈഡ്രജൻ ആ കാർബണിനോട് ബോണ്ട് ഉണ്ടാക്കിയ ആൾക്കാരാണ്. അപ്പൊ ഈ ഡബിൾ ബോണ്ടഡ് കാർബണിലേക്ക് ഈ പറയുന്ന ബോണ്ട് നേരെ അറ്റാച്ച് ചെയ്യുന്നത് കാർബണിലേക്കാണ്. അയാളുടെ അറ്റോമിക് നമ്പർ ഈസ്, കാർബണിന്റെ അറ്റോമിക് നമ്പർ എത്രയാടാ? 6 ആണ്.
ഇവിടെ ബോണ്ട് നേരെ വരുന്നത് ഓക്സിജനിലേക്കാണ്. ഓക്സിജനിലാണ് പിന്നെ ഹൈഡ്രജൻ ഉള്ളത്. അയാളുടെ അറ്റോമിക് നമ്പർ 8 ആണ്. പറ, അറ്റോമിക് നമ്പർ കൂടുതൽ എവിടെയാ വന്നത്? OH-ലല്ലേ വന്നത്? അയാളാണ് മോർ ഇമ്പോർട്ടൻറ്റ്. കിട്ടില്ല മോനെ? അപ്പൊ എവിടെയാണ് ഇമ്പോർട്ടൻസ് കൂടുതൽ? പറ, എവിടെയാണോ അറ്റോമിക് നമ്പർ കൂടുതൽ അയാൾക്കാണ് ഇമ്പോർട്ടൻസ് കൂടുതൽ. ഇനി പറ, മോർ ഇമ്പോർട്ടൻ്റ് ആയ രണ്ടാൾക്കാർ, അതായത് ഓരോ ഡബിൾ ബോണ്ടഡ് കാർബണിൻ്റെയും 2 വാലൻസികളിൽ ആരാണ് മോർ ഇമ്പോർട്ടൻ്റ് എന്ന് ആദ്യം കാണുക. ആ മോർ ഇമ്പോർട്ടൻ്റ് ആയ ആളുകൾ ഇപ്പോൾ ഒരേ സൈഡിലാണോ ഓപ്പോസിറ്റ് സൈഡിലാണോ വന്നത് എന്ന് നോക്കിക്കേ. ഇതാ നോക്കിക്കേ, രണ്ടുപേരും ഒരേ സൈഡിലല്ലേ വന്നത്? ഒരേ സൈഡിലാണ് വന്നതെങ്കിൽ നമ്മൾ അതിനെ Z ഐസോമർ എന്ന് പേര് പറയും. എന്താ പേര് വിളിക്കുക? ഇയാളെ വിളിക്കുന്ന പേരാണ് Z ഐസോമർ. പഠിച്ചില്ലേ? ഇയാളെ വിളിക്കുന്ന പേരാണ് Z ഐസോമർ. പൊന്നുമോനെ, വളരെ പെട്ടെന്ന് ഞാൻ ഒരാൾ കൂടി കാണിച്ചു തരാം. അത് Z ഐസോമർ ആണോ E ഐസോമർ ആണോ? രണ്ടാമത്തെ പേരാണ്, ഓപ്പോസിറ്റ് ആണെങ്കിൽ പറയുന്ന പേരാണ് E ഐസോമർ. Z ഐസോമർ ആണോ E ഐസോമർ ആണോ നമുക്ക് പെട്ടെന്ന് നോക്കാം. കാർബൺ ഡബിൾ ബോണ്ട് കാർബൺ, ഇവിടെ CH3 ഉണ്ട്, ഇവിടെ ആരാ ഫ്ലൂറിൻ ഉണ്ട്, ഇവിടെ OH ഉണ്ട്, ഇവിടെ ആരാ ഒരു H ഉണ്ട്. പറയണേ മോനെ, ഇവിടെ മോർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ ആദ്യം ഒന്ന് കണ്ടെത്തണം. മോർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ നമുക്കൊന്ന് കണ്ടെത്താം. ശരിക്കും പറ, CH3 എന്നതിലെ കീ ആറ്റം കാർബൺ ആണ്, അറ്റോമിക് നമ്പർ 6. ഫ്ലൂറിൻ കീ ആറ്റം ആകെ ഒരാളല്ലേ ഉള്ളൂ, അറ്റോമിക് നമ്പർ 9. 6ഉം 9ഉം വന്നു. ആരാ മോർ ഇമ്പോർട്ടൻറ്റ്? 9. ഫ്ലൂറിൻ ആണ് മോർ ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് ഡബിൾ ബോണ്ടഡ് കാർബണിൽ ഓക്സിജൻ ആണ് കീ ആറ്റം 8, ഹൈഡ്രജൻ 1. ആരാ മോർ ഇമ്പോർട്ടൻറ്റ്? OH ആണ് മോർ ഇമ്പോർട്ടൻറ്റ്. മോർ ഇമ്പോർട്ടൻ്റ് ആയ ആളുകൾ ഇപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലല്ലടാ വന്നത്. അപ്പം നമ്മൾ ഇവനെ E ഐസോമർ എന്നാണ് പേര് വിളിക്കുക. പഠിച്ചില്ലേ? E ഐസോമർ. അപ്പോൾ Z ആൻഡ് E ഐസോമറിസം മനസ്സിലായില്ലേ? അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും നമ്മളൊരു സേഫ് സോണിൽ നിൽക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്. അറിഞ്ഞു വെക്കുന്നത് നന്നായിരിക്കും. ഒരു എക്സ്ട്രാ ഒരു കാര്യമായിട്ട് ഒരു കോൺഫിഡൻസ് നമുക്ക് കിട്ടും. അഥവാ ചോദിച്ചാൽ 1 മാർക്ക് പോലും നമുക്ക് നഷ്ടപ്പെടില്ല. അപ്പം കീ ആറ്റം രണ്ടും മോർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ ആറ്റം ഒരേ സൈഡിൽ വന്നാൽ Z ഐസോമർ ആണ്, ഓപ്പോസിറ്റ് സൈഡ് വന്നാൽ E ഐസോമർ ആണ്. ഓർത്ത് വെക്കണം. എടാ, ഇത് വളരെ പ്രധാനമാണ്. സിസ് ഐസോമറിസും ട്രാൻസ് ഐസോമറിസും ഒക്കെ ഞാൻ പറഞ്ഞല്ലോ. സിസ് ഐസോമർ ആരാണ്? ട്രാൻസ് ഐസോമർ ആരാണ്? ഈ സിസ് ഐസോമറിന് 2 പ്രധാന വിശേഷമുണ്ട്. ഒന്ന്, സിസ് ഐസോമറിന് ബോയിലിംഗ് പോയിന്റ് ഹൈ ആയിരിക്കും. പഠിക്കണേ, ഡൈപോൾ മൊമെന്റും ഹൈ ആയിരിക്കും. അപ്പോൾ ബോയിലിംഗ് പോയിന്റിന്റെ ഓർഡർ പറയാൻ പറഞ്ഞാൽ സിസിനാണ് ട്രാൻസിനേക്കാൾ കൂടുതൽ. ഡൈപോൾ മൊമെന്റിന്റെ ഓർഡർ പറയാൻ പറഞ്ഞാലും സിസിനാണ് ട്രാൻസിനേക്കാൾ കൂടുതൽ. എന്നാൽ ട്രാൻസിന് മെൽറ്റിംഗ് പോയിന്റ് കൂടുതലായിരിക്കും. അപ്പോൾ മെൽറ്റിംഗ് പോയിന്റിന്റെ ഓർഡർ ചോദിച്ചാൽ ട്രാൻസിനാണ് സിസിനേക്കാൾ കൂടുതൽ. സ്റ്റെബിലിറ്റി ചോദിച്ചാലും ട്രാൻസിനാണ് സിസിനേക്കാൾ കൂടുതൽ. ഇത് മരിച്ചാലും മറക്കരുതേ. സിസിനാണോ ട്രാൻസിനാണോ ബോയിലിംഗ് പോയിന്റ്, മെൽറ്റിംഗ് പോയിന്റ്, ഡൈപോൾ മൊമെന്റ്, സ്റ്റെബിലിറ്റി, ഇതൊക്കെ തിരിച്ചും മറിച്ചും ചോദിക്കാറുണ്ട്. ഒന്ന് ഓർത്ത് വെച്ചേക്ക് മോനെ, ഒരിക്കലും മറക്കരുതേ. ഇതിൽ കൂടുതൽ എനിക്ക് കഥ പറയാനൊന്നും ഇല്ല കേട്ടോ. നീ ഒന്ന് നോട്ടിൽ എഴുതിയിട്ട് സെറ്റാക്കി പഠിച്ചോളണേ. നമ്പർ ഓഫ് ജോമെട്രിക്കൽ ഐസോമേഴ്സ് വളരെ 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 ഇമ്പോർട്ടൻറ്റ്. പ്രീവിയസ് ഇയറുകളിൽ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കുമ്പോൾ പല വിദ്യാർത്ഥികൾക്കും പ്രയാസമാണ് എന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻ. എടാ, ഒരു ഡബിൾ ബോണ്ടഡ് ആൽക്കീനുകൾ കിട്ടിയാൽ, ഒരു ആൽക്കീൻ കിട്ടി, അതിലെ ജോമെട്രിക്കൽ ഐസോമറിസത്തിൻ്റെ എണ്ണം ചോദിച്ചു. അപ്പം ഞാൻ ഇനി പറയുന്ന മെത്തേഡിലാണ് നിങ്ങൾ അവരുടെ എണ്ണം കാണേണ്ടത്. കാണാൻ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ആ ആൽക്കീൻ സിമ്മട്രിക്കൽ ആണോ അൺസിമ്മട്രിക്കൽ ആണോ എന്നാണ്. അതെങ്ങനെയാണ് സാറേ സിമ്മട്രിക്കൽ ആണോ അൺസിമ്മട്രിക്കൽ ആണോ നോക്കുക? അതൊക്കെ ഞാൻ പറഞ്ഞുതരും. സപ്പോസ് ആ മോളിക്യൂൾ അൺസിമ്മട്രിക്കൽ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിനക്ക് ജോമെട്രിക്കൽ ഐസോമറിസത്തിൻ്റെ എണ്ണം കാണാനുള്ള ഇക്വേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. 2n ആണ്. കാണുന്നില്ലേ? നിങ്ങൾ സ്ക്രീനിൽ കാണുന്നില്ലടാ? എന്താണ് പറ? 2n ആണ്. അപ്പോൾ ഒരു ചോദ്യം വരും, എന്താണ് സാർ n? n എന്താണെന്ന് എഴുതി വെച്ചോ. നമ്പർ ഓഫ് ഡബിൾ ബോണ്ട് വേർ ജോമെട്രിക്കൽ ഐസോമറിസം ഈസ് പോസിബിൾ. ജോമെട്രിക്കൽ ഐസോമറിസം പോസിബിൾ ആയിട്ടുള്ള ഡബിൾ ബോണ്ടുകളുടെ എണ്ണമാണ് n. ഇതൊന്ന് ജസ്റ്റ് ഒരു പ്രിലിമിനറി ഐഡിയ ഉണ്ടാക്കി വെച്ചോ. 5 മിനിറ്റ് കൊണ്ട് പ്രശ്നം തീരും. ഞാൻ തന്നെ എക്സാമ്പിൾ കാണിച്ചു തരും. സപ്പോസ് ദി ഗിവൺ കോമ്പൗണ്ട് ഈസ് സിമ്മട്രിക്കൽ. സിമ്മട്രിക്കൽ ആണെങ്കിൽ ഇക്വേഷൻ ഒരു ലേശം കോംപ്ലിക്കേറ്റഡ് ആവും. ലേശം, ഒരുപാടൊന്നുമില്ല കേട്ടോ, ബേജാറാവാനൊന്നുമില്ല. ഇക്വേഷൻ ഒന്ന് നേരെ നോക്കി വായിച്ചേടാ. 2n-1 പ്ലസ് 2p-1. പഠിക്കണേ, ഇപ്പം തന്നെയാണ് പഠിച്ചേക്ക്. 2n-1 പ്ലസ് 2p-1.
എടാ പേടിക്കണ്ട കേട്ടോ, സിമ്പിളാണ്. ഇവിടെ n എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു തന്നാണ്, നമ്പർ ഓഫ് ഡബിൾ ബോണ്ട് വേർ ജോമെട്രിക്കൽ ഐസോമറിസം ഈസ് പോസിബിൾ. പക്ഷെ p എന്താണെന്ന് ഡയറക്റ്റ് അങ്ങനെ കാണാനുള്ള സാധനമല്ല. p എന്ന് പറയുന്ന സാധനം n-ഉമായിട്ട് കണക്റ്റഡ് ആണ്. p is equal to n/2 ആണ്. അതായത് n 4 ആണെങ്കിൽ അതിന്റെ പകുതിയാണ് p. എപ്പോ n-ന്റെ വാല്യൂ e1 ആണെങ്കിൽ. അപ്പൊ n-ന്റെ വാല്യൂ e1 വാല്യൂ ആണെങ്കിൽ അപ്പൊ n is equal to 4 ആണെന്ന് വിചാരിക്ക്. അപ്പൊ p is equal to ഒന്നും നോക്കണ്ട, n/2 എന്നാണ് ഇക്വേഷൻ. അതായത് p is equal to 2 എന്ന് വരും. പഠിച്ചില്ല മോനെ? p-യുടെ വാല്യൂ n+1/2 ആണ് എപ്പോ n-ന്റെ വാല്യൂ ഓഡ് ആണെങ്കിൽ. അപ്പൊ കേൾക്കാം നമുക്ക്, n-ന്റെ വാല്യൂ ഓഡ് ആണെന്ന് വിചാരിക്ക് 3. അപ്പൊ p എങ്ങനെയാ കാണാ? n+1/2 that is equal to 3+1/2 that is also is equal to 2. അപ്പൊ സിമ്പിളാ, p-യുടെ വാല്യൂ ഈസ് സംതിങ് റിലേറ്റഡ് വിത്ത് വാല്യൂ ഓഫ് n. n-ന്റെ വാല്യൂവിനോട് കണക്ട് ചെയ്തിരിക്കുന്ന സാധനമാണ്. ഇഫ് ദി വാല്യൂ ഓഫ് n ഈസ് എൻ ഓഡ് നമ്പർ, വാല്യൂ ഓഫ് p is equal to n+1/2. അവസാനം പറഞ്ഞത് വാല്യൂ ഓഫ് n ഈവൺ നമ്പർ ആണെങ്കിൽ വാല്യൂ ഓഫ് p is equal to n/2. ഇനി ഇപ്പോൾ പഠിച്ചത് ഇങ്ങനെ ഒരു ചെറിയ പുകയായിട്ട് നിങ്ങൾക്ക് കിടക്കുന്നുണ്ടാകും. അതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ ഞാൻ എക്സാമ്പിൾസ് തരാൻ. പൊന്നുമോനെ, എങ്ങനെയാണ് തന്നിരിക്കുന്ന മോളിക്യൂൾ സിമെട്രിക്കൽ ആണോ അൺസിമെട്രിക്കൽ ആണോ നോക്കുക എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നല്ലോണം നോക്കണേ. സിമെട്രിക്കൽ ആണോ അൺസിമെട്രിക്കൽ ആണോ നോക്കാൻ തന്നിരിക്കുന്ന മോളിക്യൂളിന്റെ രണ്ടറ്റത്തുനിന്ന് ഒരേ സമയം കൈ ഇങ്ങനെ കൊണ്ടുവന്നാൽ മതി. രണ്ടറ്റത്തുനിന്ന് ഇങ്ങനെ ഇങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവരാം. അതായത് ഇതിന്റെ എക്സാക്ട് മിഡിൽ നീ കണ്ടെത്തണം എന്നർത്ഥം. എക്സാക്ട് മിഡിൽ ഇവിടെയാണല്ലോ വരിക. ആ മിഡിലിന്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുള്ള രണ്ട് പാർട്ടുകളും സെയിം ആണോ എന്നാണ് നോക്കേണ്ടത്. നോക്കിയപ്പോൾ നമുക്ക് കണ്ടു, ഇവിടെ ഒരു ബ്രോമിൻ ഉണ്ട്, ഇവിടെ ഒരു ക്ലോറിൻ ഉണ്ട്. അപ്പൊ ലെഫ്റ്റിലുള്ള അതേ ആളല്ല റൈറ്റിലുള്ളത്. അതുകൊണ്ട് ഇവൻ അൺസിമെട്രിക്കലാണ്. അൺസിമെട്രിക്കൽ ആണെങ്കിൽ ഭയങ്കര സിമ്പിളാ. നമ്പർ ഓഫ് ജോമെട്രിക്കൽ ഐസോമറിസം കാണാൻ 2n അങ്ങോട്ട് ചെയ്താൽ മതി. അപ്പോൾ വാട്ട് ഈസ് n? n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഡബിൾ ബോണ്ട് വേർ ജോമെട്രിക്കൽ ഐസോമറിസം ഈസ് പോസിബിൾ. ഇവിടെ ഒരു ഡബിൾ ബോണ്ട്, ഇവിടെ രണ്ട് ഡബിൾ ബോണ്ട്. അതുകൊണ്ട് തന്നെ n-ന്റെ വാല്യൂ 2 എന്ന് വരും. അപ്പോൾ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2^2 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഐസോമേഴ്സ് ആർ പോസിബിൾ. മനസ്സിലായില്ലേ മോനെ? ആദ്യം അൺസിമെട്രിക്കൽ ആണ് എന്ന് തിരിച്ചറിയുക, എന്നിട്ട് n-ന്റെ വാല്യൂ വെച്ച് പണ്ടാറടക്കുക. അടുത്ത് നോക്കിയാൽ ഇത് സിമെട്രിക്കൽ ആണോ അൺസിമെട്രിക്കൽ ആണോ നോക്കണേ. ഇങ്ങനെ വരികയാണ്, രണ്ട് ഭാഗത്തുനിന്ന് ഇങ്ങനെ വരികയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ എവിടെ എത്തും നോക്കിയേ, ഈ ഡബിൾ ബോണ്ടഡ് കാർബണിൽ വെച്ച്, ഈ ഡബിൾ ബോണ്ടിൽ വെച്ച് നമ്മൾ മീറ്റ് ചെയ്യും. ശരിയല്ലേ? ശരിയല്ല, അവിടെ അല്ല മീറ്റ് ചെയ്യുക. എവിടെയാണ് മീറ്റ് ചെയ്യുക? ഇതാ അവിടെ നിന്നൊക്കെ പോന്ന് ഈ കാർബണിൽ വെച്ചാണ് മീറ്റ് ചെയ്യുക. ശരിയല്ലടാ? 1 2 3 4 5 6 7 കാർബണാ. 7 കാർബൺ ആവുമ്പോൾ ഇവിടെ 3 കാർബൺ, ഇവിടെ 3 കാർബൺ. അതൊക്കെ കഴിഞ്ഞ് 4ാമത്തെ കാർബൺ ആണ് ഇതിൽ സിമെട്രിക്. 4ാമത്തെ കാർബൺ ആണ് അതിന്റെ മിഡിൽ. ആ 4ാമത്തെ കാർബണിനെ നെടുകേ ഇങ്ങോട്ട് മുറിച്ചു കഴിഞ്ഞാൽ അതിന്റെ ലെഫ്റ്റിലും റൈറ്റിലുമുള്ള ഫ്രാഗ്മെന്റുകൾ ഈക്വൽ ആണോ എന്ന് നോക്കിയാൽ മതി. ഈക്വൽ അല്ല, കണ്ടാൽ അറിയാം. ഇവിടെ ഒരു ബ്രോമിൻ ഉണ്ട്, ഇവിടെ ഒരു ക്ലോറിൻ ഉണ്ട്. ഡിഫറൻ്റ് ആയി കഴിഞ്ഞാൽ അവർ അൺസിമെട്രിക്കലാണ്. അൺസിമെട്രിക്കൽ ആയി കഴിഞ്ഞാൽ 2n ആണ്. വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് n? ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3. ശരിയല്ലടാ? 3 ആണ് ഇവിടുത്തെ n-ന്റെ വാല്യൂ. 2^3 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × 2 × 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 8 ഐസോമേഴ്സ് ആർ പോസിബിൾ. കളി മനസ്സിലായില്ല മോനെ? 8 ഐസോമേഴ്സ്. അടുത്ത നോക്കിക്കോ മോനെ, ഇത് സിമെട്രിക്കൽ ആണോ അൺസിമെട്രിക്കൽ ആണോ? ഡയറക്റ്റ് ഇതിന്റെ ഹാഫ് എടുത്താൽ തന്നെ നിനക്ക് മനസ്സിലാകും ഇത് അൺസിമെട്രിക്കലാണ്. കണ്ടാൽ അറിയില്ല, ഇവിടെ ഒരു ബ്രോമിൻ ഉണ്ട്, അങ്ങനെ ഒരു ബ്രോമിൻ ഓപ്പോസിറ്റ് സൈഡിലില്ല, അൺസിമെട്രിക്കലാണ്. അൺസിമെട്രിക്കൽ ആണെങ്കിൽ ഇക്വേഷൻ 2n ആണല്ലോ. അപ്പൊ ഇവിടെ n-ന്റെ വാല്യൂ എത്ര എന്നതിലാണ് ട്വിസ്റ്റ്. n-ന്റെ വാല്യൂ ഇവിടെ 1 എന്ന് വരും, 2 എന്ന് ഇവിടെ കൊടുക്കാൻ പറ്റില്ല. എന്താ കാര്യം? വാട്ട് ഈസ് n? n എന്താണെന്ന് ഞാൻ നേരത്തെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞതാണ്. നമ്പർ ഓഫ് ഡബിൾ ബോണ്ട് വേർ ജോമെട്രിക്കൽ ഐസോമറിസം ഈസ് പോസിബിൾ. ഡബിൾ ബോണ്ട് ആയിട്ട് കാര്യമില്ല, അവിടെ ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കാൻ പറ്റുന്ന ഡബിൾ ബോണ്ട് ആയിരിക്കണം. ഇവിടെ നോക്കിയേ, ഇദ്ദേഹത്തെ നോക്കിയേ, ഈ ഡബിൾ ബോണ്ടഡ് കാർബണിന്റെ ഈ രണ്ട് വാലൻസിയും സെയിം അല്ലേ? CH2 എന്നല്ലേ? അപ്പൊ ഈ ഡബിൾ ബോണ്ട് വെച്ച് ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കാൻ പറ്റില്ല. അപ്പൊ ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കാൻ പറ്റാത്ത ഡബിൾ ബോണ്ടിനെ n ആയിട്ട് നീ കൂട്ടാൻ പറ്റില്ല. അപ്പൊ 2^1 എന്ന ആൻസർ വരുള്ളൂ, 2 ഐസോമേഴ്സ് എന്ന ആൻസർ വരും. മനസ്സിലായില്ലേ കുഞ്ഞെ? ഒരു എക്സാമ്പിൾ, 2 എക്സാമ്പിൾ കൂടി ചെയ്തു നോക്കാം. ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ കിട്ടും. ലെഫ്റ്റിലുള്ള അതേ ഫ്രാഗ്മെന്റ് അല്ലടാ റൈറ്റിലുള്ളത്. അപ്പോൾ ഇയാൾ സിമെട്രിക്കൽ ആണ് എന്ന് മനസ്സിലായി. സിമെട്രിക്കൽ ആണെങ്കിൽ ദി ഇക്വേഷൻ ഈസ് 2^n - 1 + 2p - 1.
വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് എൻ ഹിയർ? എന്നിൻ്റെ വാല്യൂ ഇവിടെ 2 ആണ്. എന്നിൻ്റെ വാല്യൂ 2 ആണെങ്കിൽ പിയുടെ വാല്യൂ n/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ശരിയല്ലേ? എന്നിൻ്റെ വാല്യൂ ഒരു ഈവൺ നമ്പറാണ്. ഈവൺ നമ്പർ ആണെങ്കിൽ പിയുടെ വാല്യൂ n/2 ആണ്. അപ്പോൾ ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 raised to 2 minus 1 plus 2 raised to 1 minus 1. What is 2 raised to 2 minus 1? 2 raised to 1. Plus what is 2 raised to 1 minus 1? 2 raised to 0. What is 2 raised to 1? 2 plus 2 raised to 0. Anything raised to 0 is 1. That is equal to 3 isomers. കളി മനസ്സിലായില്ല മോനെ? പതുക്കെ ചെയ്താൽ മതി. ഓരോന്ന് ചെയ്ത് പഠിക്കുക. ദാ അവസാനത്തെ മോളിക്യൂൾ രണ്ട് ഭാഗത്തുനിന്ന് ഞാൻ ഇങ്ങനെ കൂട്ടി പിടിച്ച് കൊണ്ടുവരുമ്പോൾ ദാ ഏകദേശം ഇവിടെ അതിൻ്റെ മിഡിൽ വരും. ആ ഡബിൾ ബോണ്ടിന് മിഡിൽ ആയിട്ട് ഡബിൾ ബോണ്ടിൻ്റെ നെടുകെ വിച്ഛേദിച്ചതായിരിക്കും അതിൻ്റെ മിഡിൽ. രണ്ട് ഭാഗത്തേക്കും 4 കാർബണുകളുണ്ട്. ആ 4 കാർബൺ ഒരേ രൂപത്തിലാണ് കിടക്കണം. ഇവിടെ ഒരു സെൻറ്ററിൽ ഒരു ഡബിൾ ബോണ്ടൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇയാൾ സിമ്മട്രിക്കലാണ് എന്ന കാര്യം തീരുമാനമായി. എടാ സിമ്മട്രിക്കലാകുമ്പോൾ 2 raised to n-1 plus 2 raised to p-1 ആണ് ഇക്വേഷൻ. വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് n? എന്നിൻ്റെ വാല്യൂ 3 ആണ്. പിയുടെ വാല്യൂ ഇയാൾ ഈവൺ നമ്പർ അല്ലല്ലോ, ഓഡ് നമ്പർ ആകുമ്പോൾ n+1/2 3+1/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 4/2 ഈസ് ഈക്വൽ ടു 2. വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2 raised to 3-1 എന്നിൻ്റെ വാല്യൂ 3 ആണ്. 3-1 2 പ്ലസ് 2 raised to p-1 p എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 - 1 1. അപ്പോൾ 2 raised to 4 ആണ്. പ്ലസ് 2 ഈസ് ഈക്വൽ ടു 6 isomers. കളി മനസ്സിലായില്ലടാ? ഈ ഇക്വേഷൻ വൃത്തിക്ക് കാണാൻ പഠിച്ചാൽ ഏത് ആൽക്കീൻ തന്നാലും ഭയങ്കര സിമ്പിളായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ എല്ലാത്തിൻ്റെയും നമ്പർ ഓഫ് ഐസോമേഴ്സ് കാണാൻ പറ്റും. 90% ഓഫ് ദിസ് വീഡിയോ ഓവർ. ഞാൻ നിങ്ങളോട് പറഞ്ഞു ആൽക്കീനാണ് ഏറ്റവും കൂടുതൽ. പിന്നെ കാണിക്കുന്ന വളരെ കുറച്ച് ആളുകളുണ്ട്. അതിലൊന്നാണ് സൈക്ലോ കോമ്പൗണ്ട്. സൈക്ലോ കോമ്പൗണ്ടിലും ആൽക്കീനിലൊക്കെ കോമൺ ആയിട്ട് എന്താ ഉള്ളത് ഞാൻ പറഞ്ഞിരുന്നു, റെസ്ട്രിക്റ്റഡ് റൊട്ടേഷൻ. ഒരാളെ സ്റ്റേബിളാക്കി മറ്റാളെ തിരിക്കാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ ഇവിടെ കാണുന്നത് ഒരു സൈക്ലോ കോമ്പൗണ്ട് ആണല്ലോ. കാണുന്നില്ലേ നിങ്ങൾ? ഇവിടെ ഇങ്ങനെ ഒരു സൈക്ലോ പ്രൊപ്പൈൻ ഉണ്ട്. അതിൻ്റെ 2 വാലൻസികൾ ഇങ്ങനെ തന്നിട്ടുണ്ട്. സിമ്പിളാണ്. ഒരേ വാലൻസി ഒരേ സൈഡിൽ വരുന്നതും ഒരേ വാലൻസി ഓപ്പോസിറ്റ് സൈഡിൽ വരുന്നതുമായ 2 മോളിക്യൂൾസ്. ഒരേ വാലൻസി ഒരേ സൈഡിൽ വന്നാൽ നമ്മൾ അതിനെ സിസ് ഐസോമർ എന്ന് പേര് വിളിക്കും. ഓപ്പോസിറ്റ് സൈഡിൽ വന്നാൽ ട്രാൻസ് ഐസോമർ എന്നും പേര് വിളിക്കും. അപ്പോൾ നിങ്ങൾ ഇത്രേ ചിന്തിക്കേണ്ടതുള്ളൂ. ഞാനിപ്പോൾ ഈ ലേസർ പോയിന്റ് കൊണ്ട് കാണിച്ചു തരുന്ന ഈ പോയിന്റ് ഇല്ലടാ, ആ പോയിന്റ് മുതൽ ഇവിടം വരെ ഒരു സൈക്ലോ കോമ്പൗണ്ട് നിങ്ങൾക്ക് കാണാം. കാണുന്നില്ലേ? ഒരു സൈക്ലോ കോമ്പൗണ്ട് കാണാം. ആ സൈക്ലോ കോമ്പൗണ്ടിന് പകരം നിങ്ങൾ അവിടെ ഒരു ഡബിൾ ബോണ്ടാണ് എന്ന് അങ്ങോട്ട് വിചാരിച്ചാൽ മതി. അപ്പോൾ ഒരു ഡബിൾ ബോണ്ട് ഈസ് ഇക്വലന്റ് ടു എ സൈക്ലോ കോമ്പൗണ്ട്. ഒരു ഡബിൾ ബോണ്ടാണെന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി. ഡബിൾ ബോണ്ട് ആയിരുന്നെങ്കിൽ ഒരേ വാലൻസി ഒരേ സൈഡിൽ വന്നാൽ സിസ് ഐസോമറും ഒരേ വാലൻസി ഓപ്പോസിറ്റ് സൈഡിൽ വന്നാൽ ട്രാൻസ് ഐസോമറും ആണല്ലോ. സെയിം പരിപാടി തന്നെയാണ് സൈക്ലോ കോമ്പൗണ്ടിലും പറയാനുള്ളത്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാനില്ല. ഈ പറയുന്ന കോമ്പൗണ്ടുകൾക്ക് ഐസോമറിസം കാണിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. ഞാനിപ്പോൾ പറഞ്ഞ ഡയലോഗാണ് നിങ്ങൾ നോക്കേണ്ടത്. ഈ കാണുന്ന പോയിന്റ് ഇല്ലടാ, ഇതൊരു ഡബിൾ ബോണ്ടഡ് കാർബൺ ആയിട്ടും ഇത് അടുത്ത ഡബിൾ ബോണ്ടഡ് കാർബൺ ആയിട്ടും വെറുതെ മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ പിന്നെ ഡബിൾ ബോണ്ടഡ് കാർബണിന്റെ ഏത് ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കാൻ പറ്റുന്നതും പറ്റാത്തതുമായ കണ്ടീഷൻസ് നമുക്കറിയാലോ. അതർ 2 വാലൻസീസ് ഓഫ് ഈച്ച് ഡബിൾ ബോണ്ടഡ് കാർബൺ ഷുഡ് ബി ഡിഫറൻറ്റ് എന്നാണല്ലോ. അപ്പോൾ അത് ഇവിടെ നോക്കിയാൽ മതി. ഇതൊരു ഡബിൾ ബോണ്ടഡ് കാർബൺ ആണെങ്കിൽ അതിൻ്റെ ഒരു വാലൻസി എച്ച് മറ്റേ വാലൻസി എച്ച് പറ്റില്ല. ഓരോ ഡബിൾ ബോണ്ടഡ് കാർബണിൻ്റെയും വാലൻസി ഡിഫറൻ്റ് ആയിരിക്കണം എന്ന പഴയ കണ്ടീഷൻ വെച്ച് ഇവിടെ അങ്ങോട്ട് ചാമ്പിയാൽ മതി. അപ്പോൾ സൈക്ലോ കോമ്പൗണ്ടിൽ ആ തന്നിരിക്കുന്ന കോമ്പൗണ്ടിലെ 2 കാർബണുകൾ ഡബിൾ ബോണ്ടഡ് കാർബൺ ആയിട്ടാണ് വിചാരിക്കുക, വെറുതെ വിചാരിക്കുക. എന്നിട്ട് ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ടുകളിൽ എവിടെയാണ് ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കാൻ പറ്റുന്നത്, എവിടെയാണ് പറ്റാത്തത് എന്ന രൂപത്തിൽ ആൻസർ കാണുക. ഇവിടെ നോക്കിയേ, ഇത് എച്ചും CH3 ഈ എൻഡ് പറ്റും. ഇവിടെ ക്ലോറിനും CH3 ഈ എൻഡും ഒക്കെയാണ്. ഡിഫറൻറ്റുകളായാൽ മതിയല്ലോ. ഒരാളുടേത് നോക്കുമ്പോൾ അയാളുടേത് മാത്രമേ നോക്കാവൂ കേട്ടോ. സാറേ ഇവിടെയും CH3 ഇവിടെയും CH3 അങ്ങനെ പറയരുത് മോനെ. ഒരാളെ നോക്കുമ്പോൾ അയാളെ കുറിച്ച് മാത്രമേ നോക്കാവൂ. അത് ഡിഫറൻ്റ് ആണോ എന്ന് നോക്കിയാൽ മതി. 2 ഭാഗത്തും ടിക്ക് വന്നാൽ ക്യാൻ ഷോ. പഠിച്ചില്ലേ? ഇവിടെ എച്ച് ഇവിടെ CH3 ഓക്കെയാണ്. ഇവിടെ Cl ഇവിടെ Cl ഓക്കെ അല്ല. ഒരേ കാർബണിൽ ഡിഫറൻറ്റ് വാലൻസി വരണം, ഇവിടെ വന്നില്ല. കനോട്ട് ഷോ. ഇവിടെ എച്ച് ഇവിടെ CH3 ഡീലാണ്, ഡിഫറൻ്റ് ആണ്. ഇവിടെ ക്ലോറിൻ ഇവിടെ OH ഡിഫറൻ്റ് ആണ്, പറ്റും. ക്യാൻ ഷോ. മനസ്സിലായല്ലോ? നെക്സ്റ്റ് ജോമെട്രിക്കൽ ഐസോമറിസം ഇൻ അസോ കോമ്പൗണ്ട്. എടാ അസോ കോമ്പൗണ്ടിൽ ജോമെട്രിക്കൽ ഐസോമറിസം എങ്ങനെയാണ് എന്ന് പഠിക്കുന്നതിന് മുമ്പ് അസോ കോമ്പൗണ്ട് എന്താണെന്ന് അറിയണമല്ലോ. അസോ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ഒരു നൈട്രജൻ ഡബിൾ ബോണ്ട് നൈട്രജൻ. എടാ
നിങ്ങൾക്ക് വിവരമുള്ളതുകൊണ്ട് അറിയാമായിരിക്കും. നൈട്രജൻ്റെ വാലൻസി 5 ആണല്ലോ. അതിലിപ്പോൾ ഈ കാണുന്ന കോമ്പൗണ്ടിൽ ഇയാളുടെ 5 വാലൻസിയിൽ 3 എണ്ണം ബോണ്ടിങ്ങിലായി, ബാക്കി 2 എണ്ണം ഇവിടെ ലോൺ പെയർ കിടപ്പുണ്ടാവും. അതേപോലെ ഈ നൈട്രജനിലും ലോൺ പെയർ കിടപ്പുണ്ടാവും. അപ്പോൾ ഈ കോമ്പൗണ്ടിനെയാണ് നമ്മൾ അസോ കോമ്പൗണ്ട് എന്ന് പേര് പറയുക. ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. അസോ ബെൻസീൻ. അസോ കോമ്പൗണ്ടിൻ്റെ 2 വാലൻസിയും ബെൻസീൻ റിങ് വന്നാൽ നമ്മൾ വിളിക്കുന്ന പേരാണ് അസോ ബെൻസീൻ. ബെൻസീൻ റിങ്ങിനെ PH എന്ന് ജനറലി അങ്ങോട്ട് റെപ്രസെൻ്റ് ചെയ്യും. PH എന്ന് കണ്ടാൽ ഒരു ബെൻസീൻ റിങ് ആണ് എന്ന് ഓർത്തോളണം. അപ്പോൾ ഇതിൻ്റെ ജോമെട്രിക്കൽ ഐസോമറിസം ഞാൻ കാണിച്ചു തരാം കേട്ടോ. നൈട്രജൻ്റെ ഡബിൾ ബോണ്ട് നൈട്രജൻ, അതിൽ ഒരു ലോൺ പെയർ ഉണ്ട് എന്നല്ലേ ഞാൻ പറഞ്ഞേ. ആ ലോൺ പെയറിന് ഞാൻ ഇങ്ങനെ ഇങ്ങോട്ട് വരയ്ക്കുകയാണ്. ലോൺ പെയർ, ബാക്കി ഒരു വാലൻസി ഉണ്ട് PH. ഇവിടെ ഒരു ലോൺ പെയർ ഉണ്ട്, ഇതാ കിടക്കുന്നത് ലോൺ പെയർ, ബാക്കി ഒരു വാലൻസി PH. അപ്പോൾ ഈ PHഉം PHഉം ഒരേ സൈഡിലല്ലേ വന്നത്. അപ്പം നമ്മളതിനെ സിൻ ഐസോമർ എന്നാണ് പേര് വിളിക്കുക. പേര് മാറി, സിസ് ട്രാൻസ് ഐസോമറിസം എന്നല്ല പേര് വിളിക്കുക, സിൻ ആൻറ്റി ഐസോമറിസം എന്നാണ് പേര് വിളിക്കുക. സിസ് ട്രാൻസ് ഐസോമറിസം എന്നല്ല, സിൻ ആൻറ്റി ഐസോമറിസം എന്നാണ് പേര് വിളിക്കുക. ലോൺ പെയറുകൾ 2 ഒരേ സൈഡിലേക്ക്, അല്ലെങ്കിൽ ബെൻസിൻ റിങ് 2 ഒരേ സൈഡിലേക്ക്. ബെൻസിൻ റിങ് ആണ് കേട്ടോ ഈ PH എന്ന് പറയുന്ന ആൾ. ഒരേ സൈഡിലേക്ക് വന്നാൽ സിൻ ഐസോമർ എന്ന് പേര് വിളിക്കും. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ ഓപ്പോസിറ്റ്? കാർബൺ അല്ല, നൈട്രജൻ ആണ്. എങ്ങനെയാണ് ഓപ്പോസിറ്റ് വരിക? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നൈട്രജൻ ഡബിൾ ബോണ്ട് നൈട്രജൻ, ഒരു നൈട്രജനിൽ ലോൺ പെയർ ഉണ്ട്, ഇവിടെ ഒരു PHഉം ഉണ്ട്. രണ്ടാമത്തെ നൈട്രജനിലെ ലോൺ പെയർ ഓപ്പോസിറ്റ് സൈഡിലേക്കും PH ഇങ്ങോട്ടും നിൽക്കുന്നു. അപ്പോൾ ലോൺ പെയറുകൾ ഉള്ള കോമ്പൗണ്ട് കാണിക്കുന്ന ഐസോമറിസത്തിൻ്റെ പേരാണ് സിൻ ആൻറ്റി ഐസോമറിസം. ഇവിടെ ഓപ്പോസിറ്റ് സൈഡിലേക്കല്ലേ, അപ്പോൾ ഇത് ആൻറ്റി ഐസോമറാണ്. പഠിച്ചില്ലേ? ലോൺ പെയറുകൾ ഉണ്ടെങ്കിലുള്ള പേരാണ് സിൻ ആൻറ്റി ഐസോമറിസം എന്ന് ഓർത്ത് വെച്ചാൽ മതി. സിമ്പിളാണ്. ലാസ്റ്റത്തെ ഹെഡിങ് ജോമെട്രിക്കൽ ഐസോമറിസം ഇൻ ആൽഡോക്സൈം. ആൽഡോക്സൈം ആരാണെന്ന് അറിയണമെങ്കിൽ ഓക്സൈമിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് അറിയണം. ഓക്സൈമിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് കഴിഞ്ഞ വീഡിയോയിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറിസത്തിൻ്റെ 8 പെയറുകളുടെ കൂട്ടത്തിൽ അമൈഡിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമറായിട്ട് ഓക്സൈമിനെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഓക്സൈമിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പാണ് നിങ്ങൾ ഈ കാണുന്നത്. CH ഡബിൾ ബോണ്ട് N സിംഗിൾ ബോണ്ട് OH. നിങ്ങൾ ആ നൈട്രജനെ സൂക്ഷിച്ച് നോക്കണേ. 5 ഇലക്ട്രോൺ ഉള്ളതിൽ 3 എണ്ണം ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടിട്ടുണ്ട്, ബാക്കി 2 എണ്ണം ഇവിടെ ഒരു ലോൺ പെയർ ആയിട്ട് കിടപ്പുണ്ട്. നമുക്ക് അതിൻ്റെ ചിത്രം ഒന്ന് വരച്ച് നോക്കാം. ഇവിടെ കാർബണിനും നൈട്രജനും ഇടയിലാണ് ഡബിൾ ബോണ്ട്. അതിനെ ഞാൻ ഒന്ന് എടുത്തു വരയ്ക്കുന്നുണ്ട്. കാർബൺ ഡബിൾ ബോണ്ട് നൈട്രജൻ. ഈ കാർബണിൻ്റെ 2 വാലൻസികൾ ഏതൊക്കെ? ഒന്ന് R, മറ്റൊന്ന് H. നൈട്രജൻ്റെ വാലൻസിയോ? ഒന്ന് OH, മറ്റൊന്ന് ലോൺ പെയർ. ഇങ്ങനെയല്ലടാ ഉള്ളത്. നിങ്ങളിതിൽ നോക്കേണ്ടത്, ശ്രദ്ധിച്ചു നോക്കണേ, ഓക്സൈമുകളിൽ നിങ്ങൾ നോക്കേണ്ടത് ആരെയാണെന്നറിയോ? Hനെയും OHനെയുമാണ്. Hഉം OHഉം ഒരേ സൈഡിൽ വന്നാൽ നമ്മൾ അതിനെ സിൻ ഐസോമർ എന്നാണ് പേര് വിളിക്കുക. എന്താ പേര് വിളിക്കുക? പറ. സിൻ ഐസോമർ എന്നാണ് പേര് വിളിക്കുക. സിൻ ഐസോമർ. അപ്പം എങ്ങനെയായിരിക്കും ആൻറ്റി ഐസോമർ? കാർബൺ ഡബിൾ ബോണ്ട് നൈട്രജൻ, ഇവിടെ R, ഇവിടെ H. ഒരു ഭാഗത്തെ സ്റ്റേബിൾ ആക്കി അങ്ങനെ നിർത്തുക, രണ്ടാമത്തെ ഭാഗത്തെ ഓപ്പോസിറ്റ് എടുക്കുക. ഇവിടെ OH, ഇവിടെ ലോൺ പെയർ. അപ്പോൾ നമ്മൾ ആരെയാണ് ഇവിടെ നോക്കേണ്ടത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. Hനെയും OHനെയുമാണ് നോക്കേണ്ടത്. Hഉം OHഉം ഇവിടെ ഓപ്പോസിറ്റ് സൈഡിലാണ്. അപ്പം നമ്മൾ അതിനെ ആൻറ്റി ഐസോമർ എന്നാണ് പേര് വിളിക്കുക. അപ്പോൾ സിൻ ആൻറ്റി ഐസോമറിസം കാണിക്കുന്നത് എവിടെ? ഇഫ് വൺ ഓഫ് ദി വാലൻസി സാറ്റിസ്ഫൈഡ് ബൈ എ ലോൺ പെയർ. വാലൻസി സാറ്റിസ്ഫൈഡ് എന്ന് പറയണ്ട, വാലൻസിക്ക് പകരം നമ്മൾ വരയ്ക്കുന്നത് ലോൺ പെയർ ആണെങ്കിൽ അവിടെ സിൻ ആൻറ്റി ഐസോമേഴ്സ് എന്നാണ് പേര് വിളിക്കുക. അത് കാണിക്കുന്ന 2 സ്ഥലങ്ങൾ പറഞ്ഞു. ആൽഡോക്സൈം പറഞ്ഞു, അസോ കോമ്പൗണ്ട് പറഞ്ഞു. അപ്പോൾ വൃത്തിയായിട്ട് ജോമെട്രിക്കൽ ഐസോമറിസത്തിൻ്റെ മുക്കും മൂലയും പറഞ്ഞിട്ടുണ്ട്. നീറ്റിനും ജെയ്ക്കും കീമിനും ഒക്കെ ചോദിക്കുന്ന എല്ലാ സാധനങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ചാടി കൂടെ നിന്ന് തരാനുള്ള മനസ്സ് നീ കാണിക്കണം. കൂട്ടുകാരോടൊക്കെ ഒന്ന് വിവരം പറയണം. പഠിച്ച് സെറ്റായിട്ട് നമുക്ക് ഉഷാറായിട്ട് പരീക്ഷ എഴുതണം. അടുത്ത വീഡിയോയിൽ ഓപ്റ്റിക്കൽ ഐസോമറിസവുമായിട്ട് കാണാം. താങ്ക് യു.